നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് മോളിക്യൂളുകളുടെ ഫോർമുല തന്നതിന് ശേഷം അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുക, അതിന്റെ പ്രോപ്പർട്ടീസ് പറയുക. ഇതൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് അറിയണം. എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോളിക്യൂളിൽ ആറ്റങ്ങളെ തമ്മിൽ പിടിച്ചു വെക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ H2O യിൽ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ട്. അപ്പൊ 2 ഹൈഡ്രജനെയും ഒരു ഓക്സിജനെയും ചേർത്ത് നിർത്തുന്ന എന്തോ ഒരു ഫോഴ്സ് അവിടെ ഉണ്ട്. ആ ഫോഴ്സ് ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്ന കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ അമോണിയ NH3 എന്നാണ് അതിന്റെ ഫോർമുല. നൈട്രജനെയും 3 ഹൈഡ്രജനെയും ചേർത്ത് വെക്കുന്ന എന്തോ ഒരു ഫോഴ്സ് അവയുടെ ഇടയിലുണ്ട്, നൈട്രജനും ഹൈഡ്രജനും ഇടയിലുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ അവിടുത്തെ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കെമിക്കൽ ബോണ്ടിങ് എന്ന് വിളിക്കുന്നു. The force by which atoms combine together to form a molecule is called chemical bond, and the process is called chemical bonding. മോളിക്യൂളിനകത്ത് ആറ്റങ്ങളെ പിടിച്ചു വയ്ക്കുന്ന ഫോഴ്സിനെ കെമിക്കൽ ബോണ്ട് എന്നും ആ പ്രോസസ്സിനെ നമ്മൾ എന്നും വിളിക്കുന്നു കെമിക്കൽ ബോണ്ടിങ് എന്നും വിളിക്കുന്നു. കെമിക്കൽ ബോണ്ട് പ്രധാനമായിട്ടും 3 ടൈപ്പാണുള്ളത്. ഒന്ന് അയണിക് ബോണ്ട്, 2 ഇലക്ട്രോവാലന്റ് ബോണ്ട്, 2 കോവാലന്റ് ബോണ്ട്, 3 കോഓർഡിനേറ്റ് ബോണ്ട്. അയണിക് ബോണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് ഇലക്ട്രോണെ കൊടുക്കും, വേറൊരാള് ഇലക്ട്രോണെ വാങ്ങിക്കും, എന്നിട്ട് അവർ തമ്മിൽ ചേർന്ന് നിൽക്കും. അപ്പോൾ ഉള്ള ബോണ്ടാണ് അയണിക് ബോണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ നമ്മൾ നോക്കുന്നു. സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ സമയത്ത് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,1 ആണ്. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,7 ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സോഡിയവും ക്ലോറിനോട് ചേരുമ്പോൾ സോഡിയം അതിന്റെ ഒരു ഇലക്ട്രോണിനെ അത് കളയും. 2,8,1 ആയിരുന്നു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോഡിയം ഒരു ഇലക്ട്രോണിനെ കളയുകയും അതെന്തായി മാറുകയും ചെയ്യും? Na+ ആയി മാറുകയും ചെയ്യും. 2,8,1 എന്നുള്ളത് എന്താവും? 2,8 ആവും. ഇനി ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,7 ആണ്. ആ ക്ലോറിൻ ഈ സോഡിയം കളയുന്ന ഒരു ഇലക്ട്രോണിനെ കഴിഞ്ഞ് പിടിച്ച് അതെന്തായിട്ട് മാറും? Cl- ആയിട്ട് മാറും. അതായത് ഒരു ഇലക്ട്രോൺ കിട്ടുമ്പോൾ 2,8,7 എന്നുള്ളത് എന്തായിട്ട് മാറും? 2,8,8 ആയിട്ട് മാറും. അപ്പൊ ഓർക്കുക, ഇവിടെ സംഭവിച്ചത് എന്താണ്? ഒരാള് ഇലക്ട്രോണിനെ കൊടുത്ത് അയോൺ പോസിറ്റീവ് അയൺ ആവുന്നു, വേറൊരാള് ഇലക്ട്രോണിനെ വാങ്ങിച്ച് നെഗറ്റീവ് അയൺ ആവുന്നു. ഇവിടെ ഇലക്ട്രോണെ കളയുന്ന ആള് കളഞ്ഞ് ഉണ്ടാവുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള അയോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ. ഇവിടെ ഒരാൾ ഇലക്ട്രോണെ വാങ്ങിക്കുകയാണ്, ക്ലോറിൻ ഇലക്ട്രോണെ വാങ്ങിച്ച് Cl- ആവുന്നു. സോ Cl- എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആനയോൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കാറ്റയോൺസ് ആർ ഫോംഡ് ബൈ ദ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ആനയോൺസ് ആർ ഫോംഡ് ബൈ ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ആനയോൺ ഉണ്ടാവുന്നത് ഇലക്ട്രോൺ വാങ്ങിച്ചുകൊണ്ടാണ്. എന്നിട്ട് എന്ത് പറ്റും? Na+ഉം Cl- കൂടെ ചേർന്ന് Na+ഉം Cl- കൂടെ ചേർന്ന് എന്തായി മാറും? NaCl ആയിട്ട് മാറും. സോഡിയം Na+ അയോണും Cl- കൂടെ ചേർന്ന് സോഡിയം ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറും. ഇങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്നത്. ഇവിടെ സോഡിയം എത്ര ഇലക്ട്രോണുകളാണ് കളയുന്നത്? ഒരു ഇലക്ട്രോണിനെ. ക്ലോറിൻ എത്ര ഇലക്ട്രോണാണ് വാങ്ങിക്കുന്നത്? 1, അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഇലക്ട്രോ വാലൻസി ഓഫ് സോഡിയം എന്ന് പറയുന്നത് 1 ആണ്. ഇലക്ട്രോ വാലൻസി ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോ വാലൻസി? ഒരു ആറ്റം ബോണ്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ കളയുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോ വാലൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയണിക് ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ വാലന്റ് ബോണ്ട്. ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പറയാൻ കഴിയും. അയണിക് ബോണ്ട് എന്ന് പറയുന്നത് നോൺ ഡയറക്ഷണൽ ആണ് എന്ന് നമുക്ക് പറയാം. അയണിക് ബോണ്ട് എന്ന് പറയുന്നത് നോൺ ഡയറക്ഷണൽ ആണ്. അയണിക് ബോണ്ടിന് ഉണ്ടാവുന്നതിന് പ്രത്യേകിച്ച് ഡിറക്ഷൻ ഒന്നുമില്ല. ഇപ്പൊ സോഡിയത്തിനെ ഈ ഡയറക്ഷനിൽ നിന്ന് ക്ലോറിൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഡയറക്ഷനിൽ നിന്ന് ക്ലോറിൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിന്ന് ക്ലോറിൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുന്ന സോഡിയം ക്ലോറൈഡ് തന്നെയാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ അയണിക് ബോണ്ട് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയണിക് ബോണ്ടിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്നാണ്. അയണിക് ബോണ്ട് ഉണ്ടാവുന്ന പ്രത്യേക ഡയറക്ഷനിൽ ആറ്റങ്ങളെ അറേഞ്ച് ചെയ്തുകൊണ്ടല്ല. അതുകൊണ്ട് നമുക്ക് പറയാം അയണിക് ബോണ്ടിന്റെ മറ്റൊരു അയണിക് ബോണ്ട് എന്ന് പറയുന്നത് നോൺ ഡയറക്ഷണൽ ബോണ്ടാണ്. അയണിക് ബോണ്ടില് പങ്കെടുക്കുന്ന സമയത്ത് ഒരാൾ ഇലക്ട്രോണെ കളയും, മറ്റൊരാൾ ഇലക്ട്രോണെ വാങ്ങിക്കും. ഒരാൾ കളയുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തിനെയോ മറ്റൊരാൾ വാങ്ങിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തിനെയോ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ വാലൻസി എന്ന് പറയും. ദെൻ അയണിക് ബോണ്ട് ഉണ്ടാവാനായിട്ട് ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ സോഡിയവും ക്ലോറിനോട് ചേർന്ന്
സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന സമയത്ത് അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ബോണ്ട് അയണിക് ബോണ്ടാണ്. സോഡിയം ഇലക്ട്രോണിനെ കളയുകയും ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന അയണിക് ബോണ്ടാണ് എന്ന് എങ്ങനെ മനസ്സിലായി? കാരണം സോഡിയത്തിന് ഹൈ ഇലക്ട്രോപോസിറ്റിവിറ്റിയാണ്. സോഡിയത്തിന് ഹൈ ഇലക്ട്രോപോസിറ്റിവിറ്റിയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ലോ അയണൈസേഷൻ എനർജി ആണെന്ന് പറയാം. അപ്പൊ ലോ അയണൈസേഷൻ എനർജി ഉള്ളതോ ഹൈ ഇലക്ട്രോപോസിറ്റിവിറ്റി ഉള്ളതോ, ഇലക്ട്രോപോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോണിനെ കളയാനുള്ള കഴിവ്. ഇലക്ട്രോണിനെ കളയാനുള്ള കഴിവ് സോഡിയത്തിന് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ സോഡിയത്തിൽ നിന്ന് ഇലക്ട്രോണിനെ കളയാനായിട്ട് കുറച്ച് എനർജി കൊടുത്താൽ മതി. ലോ അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി കുറവാണ്. അല്ലെങ്കിൽ ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടുതലാണ് ആർക്ക്? സോഡിയത്തിന്. ക്ലോറിന് ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. അപ്പൊ ഓർത്തോളുക, സോഡിയം ഇലക്ട്രോണിനെ കളയാൻ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവണമെങ്കിൽ സോഡിയം ഇലക്ട്രോണിനെ കളയുകയും ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിക്കുകയും ചെയ്യണം. സോഡിയം വളരെ വേഗത്തിൽ ഇലക്ട്രോണിനെ കളയുന്നു, ക്ലോറിൻ വളരെ വേഗത്തിൽ ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം സോഡിയത്തിന്റെ ഇലക്ട്രോപോസിറ്റിവിറ്റി അല്ലെങ്കിൽ കൂടുതലാണെന്ന് പറയാം, അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി വളരെ കുറവാണെന്ന് പറയാം. ആ ഇലക്ട്രോണിനെ ക്ലോറിൻ വേഗത്തിൽ വാങ്ങുന്നു വെച്ചാൽ ക്ലോറിന്റെ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതായത് ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് വളരെ കൂടുതലാണ് എന്നർത്ഥം. നെഗറ്റീവ് ഇലക്ട്രോൺ എൻതാൽപ്പി നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പോൾ അയണിക് ബോണ്ട് ഉണ്ടാവാനുള്ള കണ്ടീഷൻ ഇത് മാത്രം ഓർക്കുക, ലോ അയണൈസേഷൻ എനർജിയും ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഉള്ള രണ്ട് ആറ്റങ്ങൾക്കിടയിൽ മാത്രമേ അയണിക് ബോണ്ട് ഉണ്ടാവുകയുള്ളൂ. അതായത് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകൾ 16ാമത്തെയും 17ാമത്തെയും ഗ്രൂപ്പിലെ എലമെന്റുകളുമായി ചേരുമ്പോൾ മാത്രമേ അവിടെ അയണിക് ബോണ്ട് ഉണ്ടാവുകയുള്ളൂ. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകളുടെ പ്രത്യേകതയാണ് ലോ അയണൈസേഷൻ എനർജി. 16ാമത്തെയും 17ാമത്തെയും ഗ്രൂപ്പിലെ എലമെന്റുകളുടെ പ്രത്യേകതയാണ് ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ അവർ തമ്മിൽ ചേർന്ന് മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന അയണിക് കോമ്പൗണ്ട് അവിടെ ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ അയണിക് കോമ്പൗണ്ടിനെ പറ്റി നമ്മള് അയണിക് കോമ്പൗണ്ടുകൾ എപ്പോഴും അയണിക് കോമ്പൗണ്ട് ആണെങ്കിലും കോവാലന്റ് കോമ്പൗണ്ട് ആണെങ്കിലും എല്ലാം ഒക്ടറ്റ് റൂൾ പാലിച്ചിരിക്കണം. ഒക്ടറ്റ് റൂൾ എന്താണ് ഒക്ടറ്റ് റൂൾ? അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേബിൾ ആണ്. അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ പൂർത്തിയാക്കാൻ വേണ്ടി ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ കളയാം, ഇലക്ട്രോണുകളെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒക്ടറ്റ് റൂൾ പാലിച്ചാൽ മാത്രമേ ഒരു ആറ്റം എന്താവത്തുള്ളൂ? സ്റ്റേബിൾ ആവത്തുള്ളൂ. അപ്പൊ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ കളയുകയും ഇലക്ട്രോണുകളെ വാങ്ങിക്കുകയും ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ടാകുമ്പോൾ ഇപ്പൊ എ എന്ന് പറയുന്ന ആറ്റവും ബി എന്ന് പറയുന്ന ആറ്റവും കൂടെ ചേർന്ന് കെമിക്കൽ ബോണ്ട് ഉണ്ടാവുകയാണ് എങ്കിൽ കെമിക്കൽ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് എയുടെയും ബിയുടെയും എനർജി കുറയും. അത് മാത്രമല്ല സ്റ്റെബിലിറ്റി, എക്കും ബിക്കും നിലനിൽക്കാനുള്ള കഴിവ് കൂടും. ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് ആറ്റങ്ങളുടെ എനർജി പരമാവധി കുറയുകയും രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് ഇപ്പൊ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാകുന്ന സമയത്ത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എനർജി പരമാവധി കുറയുകയും ഓക്സിജന്റെ എനർജി പരമാവധി കുറയുകയും അവയുടെ എല്ലാം സ്റ്റെബിലിറ്റി, അവയുടെ എല്ലാം നിലനിൽപ്പ് കൂടുകയും ചെയ്യും. ഒക്ടറ്റ് റൂൾ എന്താണെന്ന് അറിയാലോ? അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ പൂർത്തിയാക്കിയാൽ മാത്രമേ അത് എന്താവത്തുള്ളൂ? സ്റ്റേബിൾ ആവത്തുള്ളൂ. ഇത് കോസൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നു. ഒക്ടറ്റ് റൂൾ വാസ് പ്രപ്പോസ്ഡ് ബൈ കോസൽ. Then അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പോ അയണിക് ബോണ്ടിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അയണിക് ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ലാറ്റിസ് എൻതാൽപ്പി. ആദ്യം ലാറ്റിസ് എന്താണെന്ന് അറിയണം. അത് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലാറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ക്രിസ്റ്റലിനുള്ളിൽ ആറ്റങ്ങൾ കാണപ്പെടുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. ക്രിസ്റ്റലിനുള്ളിൽ ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റിനെ, 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിനെ നമ്മൾ ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. ഒരു ക്രിസ്റ്റൽ ഇതാണെന്ന് ഒരു ക്രിസ്റ്റൽ എന്ന് വിചാരിക്കുക. അതിനുള്ളിൽ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് എനർജി കൊടുക്കുന്നു. എനർജി കൊടുക്കുമ്പോൾ ആ ആറ്റങ്ങൾ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ക്രിസ്റ്റൽ, യു ഹാവ് എ ക്രിസ്റ്റൽ ഓർ യു ഹാവ് എ സോളിഡ്. നിങ്ങൾക്കൊരു സോളിഡ് ഉണ്ട്. ആ സോളിഡിലേക്ക് നിങ്ങൾ സം സോർട്ട് ഓഫ് എനർജി ഈസ് ഗിവിങ്, കുറച്ച് എനർജി കൊടുക്കുന്നു.
എനർജി കൊടുക്കുമ്പോൾ ആ സോളിഡിന്റെ അകത്തുള്ള അയോണുകൾ അല്ലെങ്കിൽ പാർട്ടിക്കിളുകൾ ഏത് സ്റ്റേറ്റിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക, ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്ത ഈ എനർജി ഇല്ലേ, ആ എനർജിയാണ് എന്തെന്ന് പറയുന്നത്, ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി? ലാറ്റിസ് എനർജി എന്ന് പറയാറുണ്ട്. ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 1 mole ഓഫ് എ സോളിഡ് അയണിക് കോമ്പൗണ്ട് ടു ഇറ്റ്സ് ഗ്യാഷ്യസ് അയോൺസ്. സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു അയണിക് കോമ്പൗണ്ടിനെ അതിന്റെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന, വെളിയിൽ നിന്ന് കൊടുക്കുന്ന എനർജിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ലാറ്റിസ് എനർജി എപ്പോഴും നമ്മൾ പറയുന്നത് കിലോ ജൂൾ പെർ മോളിലാണ്. ലാറ്റിസ് എനർജി ഈസ് ആൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോ ജൂൾ പെർ മോൾ. ലാറ്റിസ് എനർജി ഏതിന്റെയെങ്കിലും കൂടുതലാണെങ്കിൽ, ലാറ്റിസ് എൻതാൽപ്പി കൂടുതലാണെങ്കിൽ, ലാറ്റിസ് എനർജി കൂടുതലാണെങ്കിൽ അയണിക് ബോണ്ട് സ്ട്രോങ് ആയിരിക്കും. Ionic bond will be stronger. Higher the lattice energy, higher will be the strength of ionic bond. Lower the lattice enthalpy, lower will be the strength of ionic bond. ഓർത്തോണം, ലാറ്റിസ് എൻതാൽപ്പി അല്ലെങ്കിൽ ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് അയണിക് ബോണ്ട്. ലാറ്റിസ് എൻതാൽപ്പി കൂടുമ്പോൾ അയണിക് ബോണ്ടിന്റെ സ്ട്രെങ്തും കൂടും. ഇനി ലാറ്റിസ് എൻതാൽപ്പി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, സൈസ് ഓഫ് ആറ്റം. സൈസ് ഓഫ് ആറ്റം ഡിക്രീസ് ചെയ്യുമ്പോൾ ലാറ്റിസ് എൻതാൽപ്പി കൂടും. സൈസ് ഓഫ് ആറ്റം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാറ്റിസ് എൻതാൽപ്പി. രണ്ട്, ചാർജ് ഓഫ് അയോൺ. ചാർജ് ഓഫ് അയോൺ, ചാർജ് കൂടുന്നതിനനുസരിച്ച് ലാറ്റിസ് എൻതാൽപ്പി കൂടും. പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് ലാറ്റിസ് എൻതാൽപ്പി കൂടും. പോസിറ്റീവ് ചാർജ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Na+ ആൻഡ് Ca2+, which has higher lattice enthalpy. Ca2+ has much higher lattice enthalpy because it has a charge of 2+. Na+ has a charge of 1+. അപ്പൊ Na+നേക്കാളും ചാർജ് കൂടുതലാണ് ആർക്കെന്ന് പറയുന്നത്, Ca2+ന്. സോ അതിന്റെ ചാർജ് കൂടുതലായതുകൊണ്ട് ലാറ്റിസ് എൻതാൽപ്പി കൂടുതലായിരിക്കും. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്, ലാറ്റിസ് എൻതാൽപ്പിയുടെ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. ലാറ്റിസ് എൻതാൽപ്പിയുടെ ഓർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവാലന്റ്, uni-bivalent or bi-univalent. Bivalent ഒന്നും മനസ്സിലായില്ല. അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ സോഡിയം +1 ക്ലോറിൻ -1 അല്ലേ? അതായത് നമുക്ക് പറയാം രണ്ടിന്റെ വാലൻസി 1 അല്ലേ? അതുകൊണ്ട് പറയാം യൂണിവാലന്റ് ആണെന്ന് പറയാം. യൂണി-ബൈവാലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ക്ലോറൈഡ്. കാൽഷ്യത്തിന്റെ ചാർജ് സോഡിയം ഓക്സൈഡ്. സോഡിയത്തിന്റെ ചാർജ് +1, ഓക്സിജന്റെ ചാർജ് -2. ഇത് യൂണിവാലന്റ് ആണ്, ഇത് ബൈവാലന്റ് ആണ്. ചാർജാണ് നമ്മൾ യൂണി-ബൈ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. അപ്പൊ യൂണി-ബൈവാലന്റ് എക്സാമ്പിൾ ഞാൻ എഴുതി. ഇനി ബൈ യൂണിവാലന്റ് എന്ന് പറയുന്നത് കാൽഷ്യം ക്ലോറൈഡ്. കാൽഷ്യത്തിന്റെ ചാർജ് +2, ക്ലോറിന്റെ ചാർജ് -1. ബൈവാലന്റ്, യൂണിവാലന്റ്. അപ്പോ NaCl എന്ന് വെച്ചാൽ യൂണിവാലന്റ്, Na2 എന്ന് വെച്ചാൽ യൂണി-ബൈവാലന്റ്, കാൽഷ്യം ക്ലോറൈഡ് എന്ന് വെച്ചാൽ ബൈ യൂണിവാലന്റ്. ഇനി ബൈവാലന്റ് ഇപ്പൊ സിങ്ക് ഓക്സൈഡ് Zn2+ O2- 2. സോ ബൈവാലന്റ്. എപ്പോഴും ഓർത്തോളുക, യൂണിവാലന്റ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിരിക്കും യൂണി-ബൈവാലന്റ്, അതിനേക്കാളും കൂടുതലായിരിക്കും ബൈവാലന്റ്. അപ്പൊ ഏറ്റവും കൂടുതൽ ലാറ്റിസ് എൻതാൽപ്പി ഉള്ളത് ബൈവാലന്റിനായിരിക്കും. ഇനി ഒരു ട്രൈവാലന്റ് വരികയാണെങ്കിൽ അതിന് ലാറ്റിസ് എൻതാൽപ്പി ബൈവാലന്റിനേക്കാളും കൂടുതലായിരിക്കും. ട്രൈവാലന്റ് എന്ന് വെച്ചാൽ വാലൻസി 3 വരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ AlCl3, അത് Alന്റെ ചാർജ് +3 ആണ്, ക്ലോറിന്റെ -1. അപ്പൊ ട്രൈ യൂണിവാലന്റ് എന്ന് പറയും. അപ്പൊ ട്രൈവാലന്റ് ചാർജ് 3 വരികയാണെങ്കിൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ലാറ്റിസ് എൻതാൽപ്പി വരുന്നത്. അപ്പൊ സോഡിയം ക്ലോറൈഡും സോഡിയം ഓക്സൈഡും ZnOയും തന്നു കഴിഞ്ഞാൽ സോഡിയം ക്ലോറിന് ഏറ്റവും കുറവ് ലാറ്റിസ് എൻതാൽപ്പിയും സിങ്ക് ഓക്സിന് ഏറ്റവും കൂടുതൽ ലാറ്റിസ് എൻതാൽപ്പി ആയിരിക്കും. ലാറ്റിസ് എൻതാൽപ്പി എന്നതിന്റെ ഓർഡർ ആണ് ഞാൻ പറഞ്ഞത്. ലാറ്റിസ് എൻതാൽപ്പി വ്യക്തമായി അറിഞ്ഞുകൊള്ളുക. ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യും. ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തുണ്ടാകുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. അപ്പോൾ ഒരു ക്ലോറിനും ഓരോ ഇലക്ട്രോണുകൾ വീതം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ അവയ്ക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാവും. ഒരു ഫ്ലൂറിനും ഓരോ ഇലക്ട്രോണുകൾ വീതം ഷെയർ ചെയ്താൽ അവയ്ക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാവും.
ഒരു ഹൈഡ്രജനും ഓരോ ഇലക്ട്രോണുകൾ വീതം ഷെയർ ചെയ്താലും അവയ്ക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ എല്ലാം ആകെ 2 ഇലക്ട്രോണുകളെയല്ലേ ആറ്റങ്ങൾ ഷെയർ ചെയ്തത്. 2 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്താൽ, ആകെ 2 ഇലക്ട്രോണുകൾ ഷെയർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പെയർ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ബോണ്ടാണ് ഏത് ബോണ്ട് എന്ന് പറയും? സിംഗിൾ ബോണ്ട് എന്ന് പറയും. അപ്പൊ സിംഗിൾ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ബോണ്ടഡ് ആറ്റംസ്. ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ആറ്റങ്ങളുടെ ഇടയിൽ ഒരു പെയർ ഇലക്ട്രോണുകളെയാണ് ഷെയർ ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ സിംഗിൾ ബോണ്ട് എന്ന് വിളിക്കും. ഇനി ഒരു ഓക്സിജനും മറ്റൊരു ഓക്സിജനും ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ആണുള്ളതെന്ന് വിചാരിക്കുക. 2 പെയർ ഇലക്ട്രോണുകൾ, ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു പെയർ, അടുത്ത ബോണ്ട് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പെയർ. അപ്പോൾ 2 പെയർ ഇലക്ട്രോണുകളാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ഡബിൾ ബോണ്ട്. ഇനി 2 ആറ്റങ്ങൾക്കിടയിൽ 3 പെയർ ഇലക്ട്രോണുകളാണ് ഷെയർ ചെയ്യുന്നതെങ്കിലോ അതെന്ന് പറയുന്ന ഏത് ബോണ്ട് ആയിരിക്കും? ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഒരു ആറ്റങ്ങൾക്കിടയിൽ എത്ര പെയർ ഇലക്ട്രോണുകളാണ് ഷെയർ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അതിന് പേര് കൊടുക്കുന്നത്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഇങ്ങനെ പല പല പേരുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ ബോണ്ടുകളുടെ എണ്ണത്തിനെ നമ്മൾ കോവാലൻസി എന്നും വിളിക്കാറുണ്ട്. ഇവിടുത്തെ കോവാലൻസി 1, ഫ്ലൂറിനിലെ കോവാലൻസി 1, ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിലെ കോവാലൻസി 1, ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിലെ കോവാലൻസി 2. കാരണം കോവാലൻസി മീൻസ് നമ്പർ ഓഫ് ബോണ്ട്സ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ ബോണ്ടിങ്. ഒരു ആറ്റത്തിലുള്ള ബോണ്ടുകളുടെ എണ്ണത്തിനാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? കോവാലൻസി എന്ന് വിളിക്കുന്നത്. കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ഡയറക്ഷണൽ ആണ്. ഒരു കാർബണില് ഒരു ക്ലോറിൻ ഇവിടെ നിന്നും മറ്റൊരു ക്ലോറിൻ ഈ വശത്ത് നിന്നും വേറൊരു ക്ലോറിൻ മുകളിൽ നിന്നും താഴെ നിന്ന് ഒരു ക്ലോറിനും വന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രമേ CCl4 ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ CCl4 ഉണ്ടാവില്ല. ഒരു പ്രത്യേക ഡയറക്ഷനിൽ ആറ്റങ്ങൾ വന്ന് ബോണ്ട് ചെയ്താൽ മാത്രമേ അവിടെ നമുക്ക് കോവാലന്റ് ബോണ്ടിനെ കാണാൻ കഴിയത്തുള്ളൂ. സോ നമുക്ക് പറയാം കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ആറ്റങ്ങളെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്താൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ ഇറ്റ് ഈസ് കാൾഡ് ഡയറക്ഷണൽ ബോണ്ട്. ഇനി അയണിക് കോമ്പൗണ്ടുകളെയും കോവാലന്റ് കോമ്പൗണ്ടുകളെയും തമ്മിൽ എന്താണ് ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ, അയണിക് ബോണ്ടുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകുന്നത് 1, 2 ഗ്രൂപ്പുകളും 16, 17 ഗ്രൂപ്പുകളും ചേർന്നായിരിക്കും. കോവാലന്റ് ബോണ്ടുകൾ ഉണ്ടാകുന്നത് എപ്പോഴും പി ബ്ലോക്ക് എലമെന്റുകളുടെ ഇടയിലായിരിക്കും. അതായത് 15, 16, 17, 18 ഗ്രൂപ്പുകളുടെ ഇടയിലായിരിക്കും കോവാലന്റ് ബോണ്ടുകൾ കൂടുതലും ഉണ്ടാകുന്നത്. ഇനി അയണിക് ബോണ്ട് ഉണ്ടാകുമ്പോൾ ആറ്റങ്ങൾക്കിടയിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വ്യത്യാസം 1.7ൽ കൂടുതലായിരിക്കും. അയണിക് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഇപ്പൊ സോഡിയവും ക്ലോറിന്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് എടുത്തത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.7ൽ കൂടുതൽ എന്ന് പറയുന്ന ഒരു വിലയായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അയണിക് ബോണ്ട് ആയിരിക്കും. അപ്പൊ 2 ആറ്റങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് അത് അയണിക് ബോണ്ടോ ആണോ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടുപിടിക്കുക. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.7 then it will be ionic in nature. ഇനി 2 ആറ്റങ്ങളുടെ ഇടയിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസം 1.7ൽ കുറവാണെങ്കിൽ അത് ഏത് ബോണ്ടായിരിക്കും? കോവാലന്റ് ബോണ്ടായിരിക്കും. അയണിക് ബോണ്ടുകൾക്കെല്ലാം മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ വളരെ കൂടുതലാണ്, ഹൈ ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഉരുകുന്ന ടെമ്പറേച്ചർ, ബോയിലിംഗ് പോയിന്റ് തിളയ്ക്കുന്ന ടെമ്പറേച്ചർ, ഇതെല്ലാം വളരെ കൂടുതലാണ്. കോവാലന്റ് കോമ്പൗണ്ട് ആണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കുറവാണ്. അയണിക് കോമ്പൗണ്ട് വാട്ടർ സോലുബിൾ ആണ്, കോവാലന്റ് കോമ്പൗണ്ട് വാട്ടർ ഇൻസോലുബിൾ ആണ്. കോവാലന്റ് കോമ്പൗണ്ടുകൾ ഓർഗാനിക് കോമ്പൗണ്ടുകളായിട്ടുള്ള ഓർഗാനിക് സോൾവെന്റുകളിൽ മാത്രമേ ഡിസോൾവ് ചെയ്യൂ. ബെൻസീൻ, ഹെക്സൈൻ തുടങ്ങിയ സോൾവെന്റുകളിൽ മാത്രമേ കോവാലന്റ് കോമ്പൗണ്ടുകൾ ഡിസോൾവ് ചെയ്യത്തുള്ളൂ. അയണിക് കോമ്പൗണ്ടുകൾ അതിലൊന്നും എന്ത് ചെയ്യത്തില്ല? ഡിസോൾവ് ചെയ്യത്തില്ല. ഇനി HCl, എച്ചിനും സിഎലിനും ഇടയിൽ ഒരു ബോണ്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോവാലന്റ് ബോണ്ട്. HCl എന്ന് പറയുന്ന ഒരു കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ടുകൾക്ക് സാധാരണ ചാർജ് വരാറില്ല. പക്ഷെ HCl എന്ന് പറയുന്ന മോളിക്യൂളിന് എന്തുണ്ട്? ചാർജ് ഉണ്ട്. കാരണം HCl എന്ന് പറയുന്ന കോവാലന്റ് ബോണ്ടാണ് കേട്ടോ. HCl എന്ന് പറയുന്ന കോവാലന്റ് ബോണ്ട് തന്നെയാണ്. പക്ഷെ ആ കോവാലന്റ് ബോണ്ടിന് ചാർജ് ഉണ്ട്. സാധാരണ അങ്ങനെ വരാറില്ല. കോവാലന്റ് ബോണ്ടിൽ ചാർജ് വരികയാണ്. കാരണം ഹൈഡ്രജനെക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് ക്ലോറിന്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ടിലെ ഇലക്ട്രോണുകളെ പിടിച്ചു വലിക്കാനുള്ള കഴിവ്. അതായത് ഈ ബോണ്ടിലെ ഇലക്ട്രോണുകളെ പിടിച്ചു വലിക്കുന്നു. ആര് പിടിച്ചു വലിക്കൂടെ? ക്ലോറിൻ പിടിച്ചു വലിക്കും. അപ്പൊ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഹൈഡ്രജന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഇപ്പൊ നോക്കിയേ നിങ്ങൾ, ഈ കോവാലന്റ് ബോണ്ടിൽ എന്ത് വന്നു? ചാർജ് വന്നു. കോവാലന്റ് ബോണ്ടിൽ ചാർജ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. സോ പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവാലന്റ് ബോണ്ടിൽ ചാർജ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ
പോളാർ കോവാലന്റ് കോമ്പൗണ്ടുകൾ എന്നും വിളിക്കും. പോളാർ കോവാലന്റ് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ആണ് NH3, H2O, HCl, HF, HI, എക്സെട്ര. എപ്പോഴും പോളാർ കോവാലന്റ് ബോണ്ട് ഉണ്ടാവുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസം വളരെ കൂടുതൽ വരുമ്പോഴാണ്. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് വളരെ കൂടുതൽ, ഹൈഡ്രജനേക്കാളും ഒരുപാട് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് ക്ലോറിൻ. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഉണ്ടാകുന്ന ബോണ്ടിന് ചെറിയൊരു ചാർജ് വരുന്നത്, ഇല്ലെങ്കിൽ ചാർജ് വരില്ല. ഈ പോളാർ കോവാലന്റ് കോമ്പൗണ്ടുകളെ നമുക്ക് പോളാർ മോളിക്യൂളുകൾ എന്നും വിളിക്കാം. ചാർജ് ഇല്ലാത്ത മോളിക്യൂളുകളും ഉണ്ട് കേട്ടോ. HH, CL, HH എന്ന് വെച്ചാൽ H2, CL എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് Cl2. ഇങ്ങനെയുള്ള മോളിക്യൂളുകൾക്കൊന്നും ചാർജ് ഇല്ല. ഇതൊക്കെ പ്യുവർ കോവാലന്റ് ബോണ്ടുകളാണ്. ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ പോളാർ മോളിക്യൂളുകൾ എന്നും വിളിക്കാം. These are also called non-polar molecules. These compounds are also called non-polar molecules. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കോവാലന്റ് ബോണ്ടിൽ ചാർജ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. അത്തരം ബോണ്ടുകളുള്ള കോമ്പൗണ്ടുകൾ നമ്മൾ പോളാർ കോവാലന്റ് കോമ്പൗണ്ടുകൾ അഥവാ പോളാർ മോളിക്യൂളുകൾ എന്ന് വിളിക്കും. ചാർജ് ഇല്ലാത്ത മോളിക്യൂളുകളാണെങ്കിൽ അതിനെ നമ്മൾ പ്യുവർ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും, അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂളുകൾ എന്ന് വിളിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് പോളാർ കോവാലന്റ് കോമ്പൗണ്ടുകളെ പറ്റിയാണ്. ഇനി അതായത് കോവാലന്റ് കോമ്പൗണ്ടുകൾക്ക് എന്തുണ്ട്? ചാർജ് ഉണ്ട്. ചാർജ് ഉള്ള കോവാലന്റ് കോമ്പൗണ്ടുകൾ നമ്മൾ പോളാർ കോവാലന്റ് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കും. ചാർജ് ഇല്ലാത്തതിനെ നമ്മൾ നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കും. കോവാലന്റ് കോമ്പൗണ്ടുകൾക്ക് അയണിക് ക്യാരക്ടർ കാണിക്കുന്നത്, കോവാലന്റ് കോമ്പൗണ്ടുകൾക്ക് ചാർജ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവാലന്റ് കോമ്പൗണ്ടുകൾക്ക് എന്ത് സ്വഭാവം ഉണ്ടെന്നാണ്? അയണിക് ക്യാരക്ടർ ഉണ്ടെന്നാണ്. അതേപോലെ അയണിക് കോമ്പൗണ്ടുകൾക്ക് എന്ത് ക്യാരക്ടർ ഉണ്ട്? കോവാലന്റ് ക്യാരക്ടർ ഉണ്ട്. അയണിക് കോമ്പൗണ്ടുകളുടെ കോവാലന്റ് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്ന റൂളാണ് ഫജൻസ് റൂൾ. ഓർത്തോളുക, ഫജൻസ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയോണിക് കോമ്പൗണ്ടുകളുടെ എന്ത് ക്യാരക്ടറാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? കോവാലന്റ് ക്യാരക്ടറാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അയണിക് കോമ്പൗണ്ടുകളുടെ കോവാലന്റ് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂളാണ് ഏത് റൂൾ? ഫജൻസ് റൂൾ. അയണിക് കോമ്പൗണ്ടുകളുടെ കോവാലന്റ് ക്യാരക്ടർ, അതായത് എല്ലാ അയണിക് കോമ്പൗണ്ടുകൾക്കും എന്ത് ക്യാരക്ടർ ഉണ്ട്? കോവാലന്റ് ക്യാരക്ടർ ഉണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, higher the size of smaller the size of cation, greater will be the covalent character. കാറ്റയോന്റെ സൈസ് ചെറുതാകുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. കാറ്റയോന്റെ സൈസ് ചെറുതാണെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. കാറ്റയോന്റെ സൈസ് കുറവാണെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ലിഥിയം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡും എടുക്കുന്നു. ഇതിൽ Li+ ആണുള്ളത്. Li+ എന്ന് പറയുന്ന കാറ്റയോൺ ഉണ്ട്. ഇതിൽ Na+ എന്ന് പറയുന്ന കാറ്റയോൺ ഉണ്ട്. Na+നേക്കാൾ സൈസ് കുറവാണ് Li+ന്. കാറ്റയോന്റെ സൈസ് കുറവാണെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ. അതായത് ലിഥിയം ക്ലോറൈഡിന് സോഡിയം ക്ലോറൈഡിനേക്കാളും കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. കാരണം ലിഥിയത്തിന് സോഡിയത്തിനേക്കാളും സൈസ് ചെറുതാണ്. സൈസ് ചെറുതാകുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. രണ്ടാമത്തെ പോയിന്റ്, ഹയർ ദ സൈസ് ഓഫ് ആനയോൺ, greater will be the covalent character. Higher the size of anion, greater will be the covalent character. അപ്പോൾ ലിഥിയം ക്ലോറൈഡ് എടുക്കുന്നു, ലിഥിയം ഫ്ലൂറൈഡ് എടുക്കുന്നു. ഫ്ലൂറിനേക്കാളും വലിയ സൈസാണ് ക്ലോറിന്. സോ ലിഥിയം ക്ലോറൈഡിന് കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ആരെക്കാളും? ലിഥിയം ഫ്ലൂറൈഡിനേക്കാളും. ലിഥിയം ഫ്ലൂറൈഡിനേക്കാളും കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണ്. കാരണം ക്ലോറിന് ഫ്ലൂറിനേക്കാളും വലിയ സൈസാണ്. Cl- F- വലിയ സൈസ് ആയതുകൊണ്ട് മൈനസിന്റെ സൈസ് കൂടുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. ഇനി മൂന്നാമതൊരു പോയിന്റ് കൂടെ ഉണ്ട്. ഡി ബ്ലോക്ക് എലമെന്റുകൾക്ക് എസിനേക്കാളും പി ബ്ലോക്ക് എലമെന്റിനേക്കാളും കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണ്. അപ്പൊ കോപ്പർ ക്ലോറൈഡ് എന്ന് പറയുന്നു,
സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് രണ്ടും അയണിക് കോമ്പൗണ്ട് ആണ്. പക്ഷേ ഇതിന് രണ്ടിനും കോവാലന്റ് ക്യാരക്ടർ ഉണ്ട്. വിച്ച് ഈസ് ഹാവിംഗ് ദ ഹയർ കോവാലന്റ് ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ ക്ലോറൈഡിനാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ. കാരണം കോപ്പർ എന്ന് പറയുന്നത് ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്, സോഡിയം എന്ന് പറയുന്നത് ഒരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റിന് എസ് ബ്ലോക്ക് എലമെന്റിനെക്കാളും കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണ്. ഇനി ഇത്രയാണ് നിങ്ങളുടെ ഫജൻസ് റൂളിൽ വരുന്നത്. ഇനി പെർസെന്റേജ് ഓഫ് അയണിക് ക്യാരക്ടർ, ഒരു കോമ്പൗണ്ടിലുള്ള പെർസെന്റേജ് ഓഫ് അയണിക് ക്യാരക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഹന്നായ് ആൻഡ് സ്മിത്ത് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്ന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇക്വേഷൻ ഈസ് കാൾഡ് ഹന്നായ് സ്മിത്ത് ഇക്വേഷൻ. ഇക്വേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കോമ്പൗണ്ടിന്റെയും അയണിക് ക്യാരക്ടർ കണ്ടുപിടിക്കാനായിട്ട് 0.16x പ്ലസ് 0.035 എക്സ് സ്ക്വയർ എടുത്താൽ മതിയാവും ഇൻറ്റു 100. ഏതൊരു കോമ്പൗണ്ടിന്റെയും പെർസെന്റേജ് അയണിക് ക്യാരക്ടർ കണ്ടുപിടിക്കാൻ 0.16x പ്ലസ് 0.035 എക്സ് സ്ക്വയർ ഇൻറ്റു 100 എടുത്താൽ മതിയാവും. എക്സ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിലെ ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ്. രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ് എക്സ്. അപ്പൊ എക്സിന്റെ വാല്യൂ, ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ പെർസെന്റേജ് ഓഫ് അയണിക് ക്യാരക്ടർ. ഇനി നമ്മള് അടുത്തൊരു ടേം ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഏതൊരു ആറ്റത്തിന്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് മുല്ലിക്കൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് ഈക്വൽ ടു 0.187 ഇൻറ്റു അയനൈസേഷൻ എനർജി പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻറ്റു പ്ലസ് 0.17. അയനൈസേഷൻ എനർജി തന്നേക്കും, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ തന്നേക്കും. എന്നാൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 0.187 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ 0.17 ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ ഡിഫറൻസ്, ഇപ്പോ എയുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൈ എ ആണ്, ബിയുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൈ ബി ആണെന്ന് വിചാരിക്കുക. എയും ബി ഇവിടെ ചേർന്നൊരു മോളിക്യൂൾ ഉണ്ടാവുകയാണ്. കൈ എ മൈനസ് കൈ ബി എന്ന് പറയുന്നത് 1.7 കൂടുതലാണെങ്കിൽ അത് അയണിക് കോമ്പൗണ്ട് ആയിരിക്കും. കൈ എ മൈനസ് കൈ ബി എന്ന് പറയുന്നത് 1.7 കുറവാണെങ്കിൽ ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഏത് കോമ്പൗണ്ട് ആയിരിക്കും? കോവാലന്റ് കോമ്പൗണ്ട് ആയിരിക്കും. കൈ എയുടെ വാല്യൂവും കൈ എ മൈനസ് കൈ ബി എന്ന് പറയുന്നത് ഈക്വൽ ടു കൈ എ മൈനസ് കൈ ബിയുടെ വാല്യൂ ഈക്വൽ ടു 1.7. അതായത് രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോണിറ്റി ഡിഫറൻസ് 1.7 ആണെങ്കിൽ അത് 50% അയണിക്കും 50% എന്തുമായിരിക്കും? കോവാലന്റും ആയിരിക്കും. ഇത്ര നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത് നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈപോൾ എന്താണെന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ HCl, എച്ചിന് ഒരു ഡെൽറ്റ പ്ലസും സിഎലിന് ഒരു ഡെൽറ്റ മൈനസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. രണ്ട് ചാർജും ഉണ്ട്, അവയ്ക്കിടയിൽ ഒരു ഡിസ്റ്റൻസും ഉണ്ട്. ടു ചാർജസ് സെപ്പറേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഈസ് കാൾഡ് ഡൈപോൾ. രണ്ട് ചാർജുകൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡൈപോൾ എന്ന് വിളിക്കാം. ടു ചാർജസ് സെപ്പറേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഈസ് കാൾഡ് ഡൈപോൾ. രണ്ട് ചാർജുകളെ അവയ്ക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡൈപോൾ എന്ന് വിളിക്കാം. ഡൈപോളിന്റെ സ്ട്രെങ്ത്, രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ചാർജും അതിന്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡൈപോൾ എന്ന് വിളിക്കാം. ഡൈപോളിന്റെ സ്ട്രെങ്ത് പറയുന്നത് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ടാണ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൊണ്ടാണ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് കാണിക്കും. ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അതായത് ഇതിന്റെ ചാർജിന്റെ അളവ് ഇൻറ്റു ആ ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. അതാണ് ഡൈപോൾ മൊമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റ് കൂളോംബ് ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് കൂളോംബ് മീറ്റർ ആണ്. SI യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 1 ഡിബൈ ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് ഡിബൈ ആണ്. ഡി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. SI യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഡിബൈ ആണ്. ഡി എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. 1 ഡിബൈ ഈസ് ഈക്വൽ ടു 3.30 ഇൻറ്റു 10⁻⁻30 കൂളോംബ് മീറ്റർ ആണ്. 1 ഡിബൈ ഈസ് ഈക്വൽ ടു 3.30 ഇൻറ്റു 10⁻⁻30 കൂളോംബ് മീറ്റർ ആണ്. ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്കുലർ സ്ട്രക്ചർ പറയാൻ പറ്റും. ഇപ്പൊ ഡൈപോൾ മൊമെന്റ് വാല്യൂ 0 ആണെങ്കിൽ മോളിക്കുലർ സ്ട്രക്ചർ ലീനിയർ ആവാം,
സ്ക്വയർ പ്ലാനാർ ആവാം, ഒക്ടാഹീഡ്രൽ ആവാം. ലീനിയർ ആവാം, സ്ക്വയർ പ്ലാനാർ ആവാം, ഒക്ടാഹീഡ്രൽ ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ആയിരിക്കും ഡൈപോൾ മൊമെന്റ് 0 ആണെങ്കിൽ. 0 അല്ലെങ്കിൽ ഈ 3 സ്ട്രക്ചറിൽ ഒന്നും ആയിരിക്കത്തില്ല. ഇനി കോഓർഡിനേറ്റ് ബോണ്ടിനെ പറ്റി നമുക്ക് നോക്കാം. കോഓർഡിനേറ്റ് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ NH3 എന്ന് പറയുന്ന മോളിക്യൂൾ, NH3യുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. BF3യെ കാണുന്നു. NH3 എന്ന് പറയുന്ന മോളിക്യൂൾ BF3യെ കാണുന്നു എന്ന് വിചാരിക്കുക. NH3 അതിലെ ഇലക്ട്രോണുകളെ ബോറോണിലേക്ക് കൊടുക്കും. എന്നിട്ട് ഇവർ തമ്മിൽ ചേർന്ന് നിൽക്കും. അപ്പൊ എന്താവും? NH ബോറോണിലേക്ക് കൊടുക്കുന്നു, അവർ തമ്മിൽ ചേർന്ന് നിൽക്കുന്നു. N-ഉം B-യും കൂടെ ചേർന്ന് നിൽക്കുന്നു. ഇവിടെ എന്താ കൊടുത്തത്? പൂർണ്ണമായിട്ട് കൊടുക്കത്തില്ല. നൈട്രജൻ അതിന്റെ ഇലക്ട്രോണുകളെ ബോറോണുമായി ഷെയർ ചെയ്യാണ്. നൈട്രജൻ അതിന്റെ ഇലക്ട്രോണുകളെ ബോറോണുമായി ഷെയർ ചെയ്യുന്നു. അപ്പൊ ഒരു പേർ ഇലക്ട്രോണിനെ ബോറോണുമായി ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു പേർ ഇലക്ട്രോണെയാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി കാൾഡ് കോഓർഡിനേറ്റ് ബോണ്ട്. അപ്പൊ ഷെയറിങ് സാധാരണ കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ 2 ആറ്റവും ഷെയർ ചെയ്യണമെന്നാണ്. ഇവിടെ ഇപ്പൊ നൈട്രജൻ ആറ്റം മാത്രമേ അതിന്റെ ഇലക്ട്രോണിനെ ബോറോണുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് പറയാം നൈട്രജൻ ഇവിടെ ബോറോണുമായി കോർഡിനേറ്റ് ബോണ്ടിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ടിൽ ഏർപ്പെടുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ സെമി പോളാർ ബോണ്ടിൽ ഏർപ്പെടുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ കോ അയണിക് ബോണ്ടിൽ ഏർപ്പെടുന്നു എന്ന് പറയാം. കോർഡിനേറ്റ് ബോണ്ടിന് പല പല പേരുകളുണ്ട്. കോർഡിനേറ്റ് ബോണ്ട്, ഡേറ്റീവ് ബോണ്ട്, സെമി പോളാർ ബോണ്ട്, കോ അയണിക് ബോണ്ട്. ഇവിടെ ഇലക്ട്രോണിനെ ആരാണോ ഷെയർ ചെയ്യുന്നത് അവനെ ഇലക്ട്രോൺ ഡോണർ എന്ന് വിളിക്കും. ആരാണോ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നത് അവനെ ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്നും വിളിക്കും. അപ്പോൾ ഒരു ഡോണർ അക്സെപ്റ്റർ ബോണ്ടാണ് ഏതെന്ന് പറയുന്നത് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബോണ്ടിനെ നിർവചിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഒരാളെ നിർവചിക്കണമെങ്കിൽ അയാൾക്ക് ഇത്ര വെയിറ്റ് ഉണ്ട്, അയാൾക്ക് ഇത്ര ഉയരം ഉണ്ടെന്നൊക്കെ പറയണമല്ലോ. അതേപോലെ ബോണ്ടിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേമുകളാണ് ബോണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ബോണ്ട് പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ടിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമുകളാണ് ബോണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ബോണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ബോണ്ട് ലെങ്ത് വരാം. ബോണ്ട് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ടിങ്ങിൽ 2 ആറ്റങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 2 ആറ്റങ്ങൾ ചേർന്നിരിക്കുമ്പോൾ അവയുടെ സെന്ററുകൾ തമ്മിലുള്ള ദൂരമാണ് ബോണ്ട് ലെങ്ത്. അതിനെ നമ്മൾ ആങ്സ്ട്രോങ് അഥവാ പൈക്കോമീറ്റർ കൊണ്ടൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബോണ്ട് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിൽ ആറ്റം, ഇപ്പൊ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിളാണ് ബോണ്ട് ആംഗിൾ. ഇനി വാട്ടറിൽ ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിളാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ബോണ്ട് എൻതാൾപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോണ്ടിനെ പൊട്ടിക്കാൻ ആവശ്യമായ എനർജിയാണ് നമ്മൾ ബോണ്ട് എൻതാൾപ്പി എന്ന് പറയുന്നത്. അത് കിലോ ജൂൾ പെർ മോൾ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു മോൾ ബോണ്ടിനെ ഒരു മോൾ ബോണ്ടിന് 6.022 × 10⁻23 ബോണ്ടുകളെ പൊട്ടിക്കാൻ ആവശ്യമായ എനർജിയാണ് ബോണ്ട് എൻതാൾപ്പി എന്ന് പറയുന്നത്. ബോണ്ട് എൻതാൾപ്പിയുടെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ ആണ്. ബോണ്ട് എൻതാൾപ്പി കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കൂടും കേട്ടോ. ബോണ്ട് എൻതാൾപ്പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയാം. ഇനി ബോണ്ട് ആംഗിൾ ഇപ്പോ sp2 sp3 3 ഹൈബ്രിഡൈസേഷൻ പറയാണ്. ബോണ്ട് ആംഗിൾ ഏറ്റവും കൂടുതൽ sp3ക്കാണ്, അതിനേക്കാളും കുറവാണ് sp2, അതിനേക്കാളും കുറവാണ് sp എന്ന് പറയുന്നത്. sp-ലെ ബോണ്ട് ആംഗിൾ sp ഹൈബ്രിഡൈസേഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബോണ്ട് ആംഗിൾ 180 ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബോണ്ട് ആംഗിൾ 120 ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ sp2, sp2 ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ, അതിനേക്കാളും കുറവ് sp3, അതിനേക്കാളും കുറവ് sp2 എന്ന് പറയുന്ന ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ ഉള്ള മോളിക്യൂളിലെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. sp3 വരുമ്പോൾ 109 ഡിഗ്രി 28 മിനിറ്റ്. sp വരുമ്പോൾ അവിടെ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. ഇനി ബോണ്ട് ഓർഡർ ഉണ്ട് കേട്ടോ. ബോണ്ട് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിലെ ബോണ്ടുകളുടെ എണ്ണമാണ് ബോണ്ട് ഓർഡർ. ഇപ്പോൾ Cl സിംഗിൾ ബോണ്ട് Cl ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1, O ഡബിൾ ബോണ്ട് O ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2, N ട്രിപ്പിൾ ബോണ്ട് N ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3. അപ്പോൾ ഒരു മോളിക്യൂളിനകത്തുള്ള ബോണ്ടുകളുടെ എണ്ണത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോണ്ട് ഓർഡർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു മോളിക്യൂളിലെ ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിനകത്ത് ബോണ്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓർബിറ്റൽസ് തമ്മിൽ മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ ഇപ്പൊ sp ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. sp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത്
പ്ലാനാർ ട്രയാങ്കുലർ ആയിരിക്കും. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. sp3 ഹൈബ്രിഡൈസേഷൻ ആണ് ഒരു മോളിക്യൂൾ ഉള്ളെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് ടെട്രാഹീഡ്രൽ ആയിരിക്കും. ലീനിയറിലെ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി, പ്ലാനാർ ട്രയാങ്കുലറിലെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി, ടെട്രാഹീഡ്രലിലെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്. sp3d ആണെങ്കിൽ അവിടുത്തെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഷേപ്പ് എന്ന് പറയുന്നത് ട്രൈഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും, TBP. ട്രൈഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും. ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കും. sp3d2 ആണെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്ന ഒക്ടാഹീഡ്രൽ ആയിരിക്കും. ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. sp3d3 ആണെങ്കിൽ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഷേപ്പ് എന്ന് പറയുന്നത് പെന്റഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും. പെന്റഗണൽ ബൈ പിരമിഡൽ. അവിടുത്തെ ഷേപ്പ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി 72 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. 72 ഡിഗ്രി 90 ഡിഗ്രി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഹൈബ്രിഡൈസേഷനും ബോണ്ട് ആംഗിളുകളും ഒക്കെ ഓർത്തിരിക്കുക. ഇനി രണ്ട് പി ഓർബിറ്റലുകൾ, ഒരു പി ഓർബിറ്റൽ ഇങ്ങനെ, ഒരു പി ഓർബിറ്റൽ ഇങ്ങനെ സൈഡ് ടു സൈഡ് ഓവർലാപ്പ് ചെയ്താൽ ഇവിടെ ഉണ്ടാകുന്ന ബോണ്ടാണ് സിഗ്മ ബോണ്ട്. ഇങ്ങനെ ഒരു പി ഓർബിറ്റൽ വേറൊരു പി ഓർബിറ്റൽ ഇങ്ങനെ സൈഡ് ടു സൈഡ് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൈ ബോണ്ട് എന്ന് വിളിക്കുന്നത്. സിഗ്മ ബോണ്ടാണ് കൂടുതൽ സ്ട്രോങ് എന്ന് പറയുന്നത്. ആരെക്കാളും പൈ ബോണ്ടിനേക്കാളും കൂടുതൽ സ്ട്രോങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് എഴുതി പ്രിപ്പയർ ആയി ഇരിക്കുക. ഓക്കെ. അപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, the hybridization of chlorine in the compound ClF3 is. അപ്പൊ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യനുകളെല്ലാം ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട് എന്നർത്ഥം. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്തോ പറ്റി. ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ClF3 യിലെ ഹൈബ്രിഡൈസേഷൻ എത്ര? ClF3 യിലെ ഹൈബ്രിഡൈസേഷൻ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പറയണേ. ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് ഓർബിറ്റൽസ് മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എസും പിയും കൂടെയാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ sp ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും. ഒരു എസും 2 പിയും കൂടെയാണ് മിക്സ് ചെയ്യുന്നത് അതിനെ sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും. ഒരു എസും 3 പിയും കൂടെയാണ് മിക്സ് ചെയ്യുന്നത് അതിനെ sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും. ഒരു എസും 3 പിയും ഒരു ഡിയും കൂടെ മിക്സ് ചെയ്യണമെങ്കിൽ sp3d ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. ഒരു എസും 3 പിയും 2 ഡിയും കൂടെ മിക്സ് ചെയ്യണമെങ്കിൽ sp3d2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. ഒരു എസും 3 പിയും 3 ഡിയും കൂടെയാണ് മിക്സ് ചെയ്യുന്നത് sp3d3 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ പല പല ഹൈബ്രിഡൈസേഷനുകൾ ഉണ്ട്. ഇതിൽ ഏതാണ് ClF3 യിലെ ഹൈബ്രിഡൈസേഷൻ എന്നാണ് ചോദ്യം. അപ്പൊ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഓർത്തിരിക്കണം. H is equal to, ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ H is equal to half into V plus M minus C plus A. ഈ ഇക്വേഷൻ ഓർത്ത് ചെയ്യുക. H is equal to, hybridization is equal to half into V plus M minus C plus A. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഇത്രേ ഉള്ളൂ. V എന്ന് വെച്ചാൽ എന്താണ്? V എന്ന് കഴിഞ്ഞാൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം. M നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റം. C
ചാർജ് ഓഫ് കാറ്റയോൺ. എ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ആനയോൺ ആണ്. കാറ്റയോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള ആളാണ് കാറ്റയോൺ. നെഗറ്റീവ് ചാർജുള്ള ആളാണ് ആനയോൺ എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജുള്ള ആളാണ് കാറ്റയോൺ, നെഗറ്റീവ് ചാർജുള്ള ആളാണ് ആനയോൺ. മോണോവാലന്റ് ആറ്റം എന്ന് പറയുന്നത് ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിൻ, ഇത്രയും സാധനം വരും. ഇതിൽ ഏതെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൈഡ്രജൻ വരും. വാലൻസി ഒന്നായിട്ടുള്ള ആറ്റങ്ങൾ, ഇത്ര ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ് മോണോവാലന്റ് ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചിരിക്കുന്നത്. സെൻട്രൽ ആറ്റം കൂടാതെയുള്ള മോണോവാലന്റ് ആറ്റങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. സെൻട്രൽ ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണത്തിൽ കുറഞ്ഞ ആറ്റത്തിനെയാണ് സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടർ എടുക്കുന്നു, വാട്ടറിൽ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ ഉണ്ട്. സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്, കാരണം ഓക്സിജൻ ആണ് എണ്ണത്തിൽ കുറവുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ആണ് സെൻട്രൽ ആറ്റം. H2SO4, സൾഫർ ആണ് അവിടുത്തെ സെൻട്രൽ ആറ്റം, കാരണം സൾഫർ ആണ് എണ്ണത്തിൽ കുറവുള്ളത്. അപ്പൊ എണ്ണത്തിൽ കുറവുള്ള ആറ്റമാണ് എപ്പോഴും സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. അതിലുള്ള വാലൻസ് ഷെല്ല്, അവസാനത്തെ ഷെല്ല് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് V എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളുടെ ചോദിച്ചിരിക്കുന്നത് ClF3 ആണ്. അപ്പൊ ClF3 ഇതിലെ സെൻട്രൽ ആറ്റം ഏതാണ്? ക്ലോറിൻ. അപ്പൊ ക്ലോറിന്റെ വാലൻസ് ഷെൽ, ക്ലോറിൻ നിങ്ങൾക്ക് അറിയാം നോബിൾ ഹാലജൻ ആണെന്ന് അറിയാം. അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ക്ലോറിന്റെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോ V = 7 ആണ്. അതേപോലെ എമ്മിന്റെ എണ്ണം, സെൻട്രൽ ആറ്റം ഒഴിച്ച് ബാക്കിയുള്ള മോണോവാലന്റ് ആറ്റങ്ങളുടെ എണ്ണം എത്ര? ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിൻ, ഹൈഡ്രജൻ. സെൻട്രൽ ആറ്റം ഒഴിച്ച് ഇതിന്റെ എണ്ണം എത്രയുണ്ട് എന്നാണ് ചോദ്യം. എത്രയുണ്ട്? 3 ഫ്ലൂറിൻ ഉണ്ട്. അപ്പൊ M = 3. ഇവിടെ പോസിറ്റീവ് ചാർജ് ഇല്ല, അപ്പൊ സിയുടെ വില 0. നെഗറ്റീവ് ചാർജും ഇല്ല, അപ്പൊ എയുടെയും വില 0. അങ്ങനെയാണെങ്കിൽ ½ × V + M - C + A എന്ന് പറയുന്ന ഇക്വേഷനിൽ ½ × 7 + 3 - 0 + 0, that is ½ × 10 = 5 എന്ന് വരും. നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പോ Hന്റെ വില അനുസരിച്ച് നമുക്ക് ഹൈബ്രിഡൈസേഷൻ എഴുതാൻ കഴിയും. ഇതിപ്പോ H ആണ്. Hന്റെ വില 2 വരെയാണെങ്കിൽ sp ഹൈബ്രിഡൈസേഷൻ ആണ്, ഒരു S ഒരു P. 3 വരെയാണെങ്കിൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. 4 വരെയാണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. 5 വരെയാണെങ്കിൽ sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. 6 വരെയാണെങ്കിൽ sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ്. 7 വരെയാണെങ്കിൽ sp3d3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഓരോന്നിന്റെ ഷേപ്പും കൂടെ അറിഞ്ഞിരിക്കണം. sp വരെയാണെങ്കിൽ ഷേപ്പ് ലീനിയർ ആയിരിക്കും. sp2 വരെയാണെങ്കിൽ പ്ലാനാർ ട്രയാങ്കുലർ. sp3 വരെയാണെങ്കിൽ ടെട്രാഹീഡ്രൽ. sp3d വരെയാണെങ്കിൽ പെന്റഗണൽ ബൈ പിരമിഡൽ, ട്രൈഗണൽ ബൈ പിരമിഡൽ, TBP, ട്രൈഗണൽ ബൈ പിരമിഡൽ. sp3d2 വരെയാണെങ്കിൽ ഒക്ടാഹീഡ്രൽ. sp3d3 വരെയാണെങ്കിൽ പെന്റഗണൽ ബൈ പിരമിഡൽ. ഇവിടെ ഇപ്പൊ ഏത് വരും? ഇവിടെ പടം ഹൈബ്രിഡൈസേഷൻ ഏത് വരും? 5 വന്നേക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ ഏത് വരും? പറയടെ. sp3d. അപ്പോ ClF3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് sp3d ആണ് ആൻസർ ആയിട്ട് വരുന്നത്. sp3d. ഇതേപോലെ നമുക്ക് ഇതിലെ ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. 2 ക്വസ്റ്റ്യനോടെ ഞാൻ പറഞ്ഞുതരും, ബാക്കി നിങ്ങൾ ചെയ്യണം. 2-3 ക്വസ്റ്റ്യനോടെ ഞാൻ പറഞ്ഞുതരും, ബാക്കി 2 നിങ്ങൾ ചെയ്യണം. ഹൈബ്രിഡൈസേഷൻ ഓഫ് അയഡിൻ ഓർബിറ്റൽസ് ഇൻ ദ കോമ്പൗണ്ട് IF7. IF7 ആണ് കണ്ടുപിടിക്കുന്നത്. IF7 സെൻട്രൽ ആറ്റം ആരാണ്? I ആണ് സെൻട്രൽ ആറ്റം. അപ്പൊ ഐയുടെ അവസാനം, ഐയും നമുക്കറിയാം ഹാലജൻ ആണ്. ഹാലജന്റെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളാണുള്ളത്. സോ ഇവിടെയും
അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. ഐയുടെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. ഐ കൂടാതെയുള്ള മോണോവാലന്റ് ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഐ കൂടാതെയുള്ള മോണോവാലന്റ് ആറ്റങ്ങൾ 7 ഫ്ലൂറിനാണ്. സോ എമ്മിന്റെ വില 7. ഇവിടെ പോസിറ്റീവ് ചാർജ് ഇല്ല. വിയുടെ വിലയാണ് 7 ഇലക്ട്രോൺ, എമ്മിന്റെ വില 7 തന്നെയാണ്. വിയുടെ വില എന്ന് പറയുന്നത് ഐയിലുള്ള വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 7. എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റം, അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, സെൻട്രൽ ആറ്റം കൂടാതെയുള്ള മോണോവാലന്റ് ആറ്റങ്ങളുടെ എണ്ണം. ഇത് കൂട്ടണ്ട. ബാക്കിയുള്ള 7 ഫ്ലൂറിൻ ആയതുകൊണ്ട് എമ്മിന്റെ വില 7. ഇനി ഇവിടെ പോസിറ്റീവ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് സിയുടെ വില 0, നെഗറ്റീവ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് എയുടെ വില 0. H is equal to half into V plus M minus C plus A is equal to half into 7 plus 7 minus 0 plus 0, 14 by 2, that is equal to 7. 7 കിട്ടുകയാണെങ്കിൽ sp3d3 hybridization. ക്ലിയർ ആണോ പറഞ്ഞത്? ഓ സർ. sp3d3 hybridization. ഇനി ചാർജ് ഉള്ള ഒരു മോളിക്യൂൾ ചെയ്യാം. ഇത് ഞാൻ ചെയ്യുന്നില്ല. ചാർജ് ഉള്ള ഒരു മോളിക്യൂൾ ചെയ്യാം. PO4 3- ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. PO4 3- ഹൈബ്രിഡൈസേഷൻ എന്താണെന്നാണ് ചോദ്യം. PO4 3- SO3 ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. PO4 3-, PO4 3- ഫോസ്ഫറസിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്നാണ് ചോദ്യം. നോക്കാം. PO4 3-, ഇവിടെ ഒരു ഫോസ്ഫറസും ഉണ്ട്, 4 ഓക്സിജനും ഉണ്ട്. സോ എണ്ണത്തിൽ കുറഞ്ഞത് ഫോസ്ഫറസ് ആണ്. അപ്പോ ഇവിടത്തെ എന്താണ് സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. നമ്മൾ നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക് എന്നാണ് പറയുന്നത്. അപ്പൊ ഫോസ്ഫറസ് എന്ന് പറയുന്നത് നൈട്രജന്റെ ഗ്രൂപ്പാണ്. നൈട്രജന്റെ അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോണുകളുണ്ട്. ഫോസ്ഫറസിന്റെ അവസാനത്തെ ഷെല്ലിൽ അപ്പൊ എത്ര ഇലക്ട്രോണുകൾ കാണും? 5 ഇലക്ട്രോണുകൾ കാണും. ഒരു ഗ്രൂപ്പിന്റെ എല്ലാം അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. നൈട്രജൻ, ഫോസ്ഫറസ് എന്നാ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാം ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ 15 ആണ്. 2,8,5 എന്നാണ് പറയുന്നത്. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. അപ്പോ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 5. മോണോവാലന്റ് ആറ്റങ്ങളുടെ എണ്ണം, ഇവിടെ മോണോവാലന്റ് ആറ്റങ്ങളൊന്നും ഇല്ല. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അങ്ങനെയുള്ള ആറ്റങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഫോസ്ഫറസ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഓക്സിജൻ ആണ്. ഓക്സിജൻ മോണോവാലന്റ് അല്ല, ഡൈവാലന്റ് ആണ്. ഫ്ലൂറിൻ ഇല്ല, ക്ലോറിൻ ഇല്ല, ബ്രോമിൻ ഇല്ല, അയഡിൻ ഇല്ല. സോ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്ര കൊടുക്കണം? 0 കൊടുക്കണം. കാറ്റയോൺ, ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ല ഉള്ളത്. അപ്പൊ കാറ്റയോണിന്റെ വാല്യൂ 0. ആനയോൺ നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെ ഉള്ളത്. നെഗറ്റീവ് ചാർജിന്റെ നമ്പർ എത്ര എന്നാണ് ചോദ്യം. ഇവിടെ 3 ആണ്. സോ ആനയോണിന്റെ വാല്യൂ 3. H is equal to half into V plus M minus C plus A. നമ്പർ, ഇവിടുത്തെ നമ്പർ മാത്രം ഇവിടെ കൊടുത്താൽ ചാർജ് ഒന്നും കൊടുക്കണ്ട. H is equal half into V 5 plus 0 minus 0 plus 3. 5 plus 3 8, 8/2 എന്ന് പറയുന്നത് 4 വരെയാണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ. ചെയ്യുന്ന രീതി മനസ്സിലായോ? ഓ സർ. എല്ലാവർക്കും കിട്ടിയാടേ? ചുമ്മാ കിടന്ന് ഒന്നും ആരും മിണ്ടുന്നില്ല. sp3 ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനെ നമുക്ക് ഏതൊരു മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ ഇപ്പൊ Cl(O2) സെൻട്രൽ ആറ്റം Cl ആണ്. മോണോവാലന്റ് ആറ്റം ഇല്ല, വേറെ മോണോവാലന്റ് ആറ്റം ഒന്നും ഇല്ല. നിങ്ങൾ ഇത് ചെയ്തു നോക്കണം. ICl2-, PO4 3-, ClO4-, ഇതെല്ലാം ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തു നോക്കണം. എന്നിട്ട് ഇതിൽ sp3 ഹൈബ്രിഡൈസേഷൻ വരാത്തത് ഏത് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുമ്പോൾ sp3 വരാത്തത് ഏതെന്ന് കിട്ടും. ഇനി SO3-യില് എസിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. XeO4, XeOF4-ൽ സെനോണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഇവിടെ ഇപ്പൊ സെനോൺ ആണ് സെൻട്രൽ ആറ്റം കേട്ടോ. സെനോൺ ആണ് സെൻട്രൽ ആറ്റം, അത് ഓർത്ത് വെച്ചിരിക്കുക. സെനോണും ഓക്സിജനും ഓരോന്നും ഇതേ ഉള്ളൂ എങ്കിലും സെനോൺ ആണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. XeOF4 എന്ന് പറയുമ്പോൾ
സെനോൺ ആണ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം വിയുടെ എണ്ണം 8 ആണ്. കാരണം സെനോൺ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസ് ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാതെ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പരീക്ഷയ്ക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരത്തില്ല. പീരിയോഡിക് ടേബിൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പീരിയോഡിക് ടേബിൾ ഞാൻ ഇപ്പൊ എഴുതി തരും. അത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മോണോവാലന്റ് ആറ്റങ്ങളുടെ എണ്ണം ഓക്സിജൻ മോണോവാലന്റ് അല്ല, ഫ്ലൂറിൻ മോണോവാലന്റ് ആണ്. അപ്പൊ 4. ഇവിടെ കാറ്റയോണും ഇല്ല, ആനയോണും ഇല്ല. അപ്പോൾ ഹാഫ് ഇൻറ്റു ഈ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ ഓഫ് XeNXeOF4 ഹാഫ് ഇൻറ്റു 8 + 4 -0 + 0 12/2 6 വരും. 6 വരെയാണെങ്കിൽ sp3d2 ഹൈബ്രിഡൈസേഷൻ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുന്ന രീതി ക്ലിയർ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. അടുത്തത് നമ്പർ ഓഫ് ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ ഇൻ O2 2- അയോൺ റെസ്പെക്റ്റീവ്ലി ഡാഷ്. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ഡയാമാഗ്നറ്റിക് ആണെന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോണ്ട് ഓർഡർ ഹാഫ് വരുന്നത് ഇതിൽ ഏതാണെന്ന്. അപ്പൊ ബോണ്ട് ഓർഡറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇലക്ട്രോൺ നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് നോൺ ബോണ്ടിങ് ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ മാത്രം എടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിലെ നമ്പർ ഓഫ് ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇൻ O2 2- അയോൺസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ MO കോൺഫിഗറേഷൻ എഴുതിയിരിക്കണം. MO കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിൽ നിന്നാണ് നമ്മൾ ആ ഒരു പേജിലെ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്യുന്നത്. മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങ് പറയാം. മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ 2 കോൺഫിഗറേഷൻ ആണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ് ടു 14 ഇലക്ട്രോൺസും എബോവ് 14 ഇലക്ട്രോൺസ്. അതായത് ഒരു മോളിക്യൂളിൽ 14 ഇലക്ട്രോൺ വരെ ഉള്ളെങ്കിൽ ഒരു കോൺഫിഗറേഷൻ ആണ്. 14 ഇലക്ട്രോണിന് മുകളിലാണുള്ളതെങ്കിൽ മറ്റൊരു കോൺഫിഗറേഷൻ ആണ്. 14 ഇലക്ട്രോൺ വരെയാണുള്ളെങ്കിലുള്ള കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, pi 2px = pi 2py, sigma 2pz, pi star 2px = pi star 2py, sigma star 2pz. ഈ ഒരു ഓർഡർ ആണ് എനർജി കൂടി വരുന്ന ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓർഡർ കാണാതെ പഠിച്ചു വയ്ക്കണം. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, pi 2px = pi 2py, sigma 2pz, pi star 2px = pi star 2py, sigma star 2pz. ഇതാണ് മോളിക്കുലാർ ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. ഇതിലിപ്പോ നമ്മൾ സിഗ്മ എന്ന് എഴുതുന്നതിനെ നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ് വിളിക്കുന്നത്. സിഗ്മ പൈ എന്നൊക്കെ എഴുതുന്നതിനെ നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ BMO എന്നാണ് വിളിക്കുന്നത്. ഇനി സിഗ്മ സ്റ്റാർ പൈ സ്റ്റാർ ഇതിനെ വിളിക്കുന്ന പേര് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ്. ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ ABMO എന്നാണ് വിളിക്കുന്നത്. അതറിഞ്ഞിരിക്കണം. ഇനി പൈ സിഗ്മ, സിഗ്മ സ്റ്റാർ, പൈ സ്റ്റാർ. ഓക്കെ. ഇനി എബോവ് 14 ഒരു മോളിക്യൂളിൽ 14 ഇലക്ട്രോണിൽ കൂടുതലുണ്ടെങ്കിൽ 14 ഇലക്ട്രോൺ വരെ ഉണ്ടെങ്കിൽ ഈ കോൺഫിഗറേഷൻ ആണ്. 14 ഇലക്ട്രോണിന് മുകളിലാണുള്ളതെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാറ്റമുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ 1s ഈ ഒരു സിഗ്മ 2pz ഇവിടെ വരും. ബാക്കിയെല്ലാം അതേ ഓർഡർ തന്നെ. സിഗ്മ 2pz, സിഗ്മ സ്റ്റാർ 2s സിഗ്മ 2pz എഴുതി കൊടുക്കണം. അപ്പൊ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, അതിനേക്കാളും എനർജി സിഗ്മ 2s, അതിനേക്കാളും എനർജി സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2pz, pi 2px = pi 2py, pi star 2px = pi star 2py,
സിഗ്മ സ്റ്റാർ 2pz. എഴുതിയോ? സിഗ്മ 2pz ഇവിടെ വരണം. വേറെ എല്ലാം ആ ഓർഡർ തന്നെ. എഴുതിയാ? sir. എല്ലാവരും Oh, എഴുതിയോ? sir. അപ്പൊ ഇവിടെ O2 2 മൈനസിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. O2 2 മൈനസ്. O2 2 മൈനസ്. ഒരു ഓക്സിജനിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 8+8. പിന്നെ 2 മൈനസ് എന്ന് പറയുമ്പോൾ +2 എന്ന് എഴുതണം. കാരണം 2 മൈനസ് ആകുമ്പോൾ 2 ഇലക്ട്രോൺ കിട്ടുകയാണ്. മൈനസ് എന്ന് പറഞ്ഞാല് -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ കണ്ടുപിടിക്കുമ്പോൾ പ്ലസ് ഇട്ട് കൊടുക്കണം. അപ്പം ഇവിടെ ഉള്ളത് എന്താണോ അതിനനുസരിച്ച് വേണം കൊടുക്കാൻ. ഇവിടെ പ്ലസ് ആണുള്ളതെങ്കിൽ ഇവിടെ മൈനസ് എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പൊ ഇവിടെ 1+ എന്നാണ് എഴുതിക്കണമെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ കണ്ടുപിടിക്കുമ്പോൾ 1- എന്നാണ്. കാരണം മൈനസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ കിട്ടുകയാണ്. അങ്ങനെ അങ്ങ് ആലോചിച്ചാൽ മതി. പ്ലസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ കളയാണ്. 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ കിട്ടുകയാണ്. അപ്പൊ ഇലക്ട്രോൺ കൂട്ടുമ്പോൾ ആകെ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്ന സമയത്ത് 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ കൂട്ടണം. അപ്പൊ 8 × 16, 16 2 18 ഇലക്ട്രോൺ ആണ് O2 2 മൈനസിലുള്ളത്. 18 ഇലക്ട്രോൺ എന്ന് പറയുന്നത് അപ് ടു 14 വരുന്നതാണോ എബോവ് 14 വരുന്നതാണോ? Above 14. എബോവ് 14 വരുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഓർഡർ വേണം എടുക്കാനായിട്ട്. 18 ഇലക്ട്രോൺ കൊടുക്കുകയും വേണം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2. 2 4 6 8 10 ആയി. അടുത്തത് phi 2px is equal to phi 2py. ഒന്ന് വീതം കൊടുക്കണം ആദ്യം, പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ഓരോന്നുകൂടെ കൊടുക്കാം. അപ്പൊ എത്രയായി? 2 4 6 8 10 12 14 ആയി. pi star 2px 18 എണ്ണം ഉണ്ട്. pi star 2px is equal to pi star 2py. 2 4 6 8 10 12 14 16 18 ആയി. അപ്പൊ 18 ഇലക്ട്രോണും ആയി. അപ്പൊ ഇവിടെ നോക്കേണ്ട 18 ഇലക്ട്രോൺ നമ്മൾ കൊടുത്തു. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബോണ്ടിങ്ങും ആന്റി ബോണ്ടിങ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്. ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മയിലും പൈയിലുള്ള ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം. സിഗ്മയിലുള്ള ആകെ സിഗ്മയും പൈയും കൂടെ ചേർന്നാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പൊ ഇവിടെ 2 4 6 8 10 ബാക്കിയെല്ലാം സ്റ്റാർ ഉള്ളതാണ്. 10 ആണ്. 10 ഇലക്ട്രോൺ ആണ് ഏതിലുള്ളത്? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ ഉള്ളത്. ഇനി ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ ഉള്ളത് 2 4 6 8 ആണ്. 10,8 എന്നൊന്നും ഓപ്ഷൻ ഇല്ല. ഇത് മാറ്റണം. 10,8 എന്നാക്കണം. 10,4 ആണ്. ഓപ്ഷൻ തെറ്റാണ്. 10,8 എന്ന് മാറ്റണം. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? Oh, sir. Oh, sir. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സ്പീഷീസ് ഹാവ് ദ ഐഡന്റിക്കൽ വാല്യൂ ഓഫ് ബോണ്ട് ഓർഡർ? താഴെ തന്നിരിക്കുന്നതിൽ ബോണ്ട് ഓർഡർ സെയിം ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദ്യം. ബോണ്ട് ഓർഡർ സെയിം ആവണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോൺസിന്റെ മോൾ. ഒരു മോളിക്യൂളിലുള്ള ബോണ്ടുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോണ്ട് ഓർഡർ എന്ന് വിളിക്കുന്നത്. ഒരു മോളിക്യൂളിലുള്ള ബോണ്ടുകളുടെ എണ്ണമാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ മോളിക്യൂൾ വിൽ നോട്ട് എക്സിസ്റ്റ്. ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ മോളിക്യൂൾ വിൽ നോട്ട് എക്സിസ്റ്റ്. ബോണ്ട് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ n ട്രിപ്പിൾ ബോണ്ട് n, ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. കാരണം ഇവിടെ 3 ബോണ്ട് ഉണ്ട്. O ഡബിൾ ബോണ്ട് O, ബോണ്ട് ഓർഡർ 2 ആണ്. Cl സിംഗിൾ ബോണ്ട് Cl, ബോണ്ട് ഓർഡർ 1 ആണ്. F സിംഗിൾ ബോണ്ട് F, ബോണ്ട് ഓർഡർ 1 ആണ്. അപ്പൊ ബോണ്ടുകളുടെ എണ്ണമാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ബോണ്ട് ഓർഡർ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബോണ്ട് ഇല്ല എന്നാണ്. ബോണ്ടിലെ ആറ്റങ്ങൾ ചേർന്നിരിക്കൂല, ആ മോളിക്യൂൾ നിലനിൽക്കില്ല. അത് ഓർത്ത് വെച്ചേക്കണം.
ഇനി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB മൈനസ് NA. NB മൈനസ് NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ. അതായത് സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. നമ്മൾ സിഗ്മ സ്റ്റാർ എന്നൊക്കെ എഴുതി പോകില്ല. അതിൽ സ്റ്റാർ ഇല്ലാത്തതിലെ ഇലക്ട്രോണിന്റെ എണ്ണം. NA എന്ന് പറയുന്നത് സ്റ്റാർ ഉള്ള ഓർബിറ്റലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. സ്റ്റാർ ഉള്ളതിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഇതാണ് NB മൈനസ് NA എന്ന് പറയുന്നത്. ഇനി ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. അടുത്തത് പറയുന്നത് bond order is directly proportional to bond stability. ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ബോണ്ട് സ്റ്റെബിലിറ്റി ആയിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ബോണ്ട് ഓർഡർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ഏത് കൂടും? ബോണ്ട് സ്ട്രെങ്ത് കൂടും. ബോണ്ട് ഓർഡർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ബോണ്ട് എൻതാൽപ്പി ഓർ ബോണ്ട് ഡിസോസിയേഷൻ എനർജി. അതുപോലെ തന്നെ ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്. അപ്പൊ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ കുറയുന്നത് ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ, ബോണ്ട് ലെങ്ത്. പുറത്തുള്ള ഇത്രയും പോയിന്റ്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് സ്റ്റെബിലിറ്റി കൂടും, ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കൂടും, ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടും, ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ഏത് മാത്രം കുറയും? ബോണ്ട് ലെങ്ത് മാത്രം കുറയും. ഇനി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത് മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതിയിട്ടാണ്. പക്ഷെ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഒന്നും എഴുതൂല. ഇലക്ട്രോണിന്റെ എണ്ണം അറിയാമെങ്കിൽ നമുക്ക് ബോണ്ട് ഓർഡർ പറയാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറിയാമെങ്കിൽ ബോണ്ട് ഓർഡർ പറയാൻ കഴിയും. അപ്പൊ 14 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണ്. അത് ഫിക്സഡ് വാല്യൂ ആണ്. 14 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണ്. 13 ആണ് ഉള്ളതെങ്കിൽ ബോണ്ട് ഓർഡർ 2 ആണ്. 2.5 ആണ്. പോയിന്റ് വെച്ച് കുറയ്ക്കണം. 12 ആണുള്ളതെങ്കിൽ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. 11 ആണുള്ളതെങ്കിൽ ബോണ്ട് ഓർഡർ 1.5 ആണ്. 10 ആണുള്ളതെങ്കിൽ ബോണ്ട് ഓർഡർ 1 ആണ്. കൂടുമ്പോഴും 0.5 വീതം കുറഞ്ഞു വരും. 14 മാത്രമേ 3 എന്ന് പറയുന്ന വാല്യൂ ഉള്ളൂ. 14 മുകളിലോട്ട് പോയാലും 0.5 കുറയും, താഴോട്ട് വന്നാലും 0.5 കുറയും. അതായത് 15 ആണ് ഇലക്ട്രോൺ എണ്ണം വരണമെങ്കിൽ ബോണ്ട് ഓർഡർ 2.5. 16 ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നതെങ്കിൽ ബോണ്ട് ഓർഡർ 2. 17 ആണ് ബോണ്ട് ഓർഡർ വരുന്നതെങ്കിൽ 1.5. ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. അപ്പൊ എന്റെ ചോദ്യം, ഓരോന്നിലുള്ള ഇതിന്റെ ബോണ്ട് ഓർഡർ നമുക്ക് കണ്ടുപിടിക്കണം. ബോണ്ട് ഓർഡറിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇലക്ട്രോൺ എണ്ണം കണ്ടുപിടിച്ചാൽ മതി. NO+. ഇതില് തന്നിരിക്കുന്നതിൽ സെയിം ബോണ്ട് ഓർഡർ ഉള്ളത് ആരൊക്കെയാണ് ചോദ്യം. NO+. N എന്ന് പറയുമ്പോൾ 7 ഇലക്ട്രോൺ. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 8 ഇലക്ട്രോൺ. പിന്നെ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോയി എന്നാണ്, ഒരു ഇലക്ട്രോൺ പോയി. 7 + 8 15. 15 1 പോയി കഴിഞ്ഞാൽ 14 ഇലക്ട്രോൺ. 14 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 14 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. സോ 14ന്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3. N2. N2ൽ 7 + 7 ആണ് വരുന്നത്. ഒരു നൈട്രൽ 7 ഇലക്ട്രോൺ, രണ്ടാമത് നൈട്രൽ 7 ഇലക്ട്രോൺ. സോ 14 ഇലക്ട്രോൺ ആണ്. അതിന്റെയും ബോണ്ട് ഓർഡർ എത്രയാണ്? 3 ആണ്. അപ്പൊ ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. വേണേ ഇതുകൂടെ ചെയ്തു നോക്കാം. കാരണം ബോണ്ട് ഓർഡർ 2ന്റെ NO+ന്റെയും N2ന്റെയും ബോണ്ട് ഓർഡർ 3 ആണ്. ഇതുകൂടെ ചെയ്തു നോക്കാം. കാർബണും ഓക്സിജനും. കാർബണിന്റെ CO, കാർബണും ഓക്സിജനും. കാർബണിൻ്റെത് 6, ഓക്സിജന്റേത് 8. സോ 6 + 8 14 ഇലക്ട്രോൺ. 14 ഇലക്ട്രോൺ ആണ് വരണമെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണ്. N2-, ഒരു നൈട്രൽ 7, രണ്ട് നൈട്രൽ 14, ഒരു മൈനസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണോടെ കിട്ടുന്നു. സോ 15 ഇലക്ട്രോൺ ആണ് വരുന്നതെങ്കിൽ ബോണ്ട് ഓർഡർ 2.5 ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ മോളിക്യൂളിന്റെയും എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ കഴിയും വിത്തിൻ സെക്കൻഡ്സ്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടോട്ടൽ കൗണ്ട് ചെയ്താൽ മതി. നമ്പർ ഓഫ് ഇലക്ട്രോൺസിൽ നിന്ന് 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 എന്ന് പറയും. 14ൽ 13, 12, 11 ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണം. അപ്പോഴേക്കും എഴുതിയിട്ടേ ചെയ്യാവും, മനസ്സിൽ നിന്ന് ചെയ്യരുത്. 2.5, 2, 1.5 എന്ന് പറയാം. മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് വരുമ്പോൾ കുറയും. 15 ആകുമ്പോൾ 2.5, 16 ആകുമ്പോൾ 2,
17 ആകുമ്പോൾ 1.5 ഇങ്ങനെ പറഞ്ഞു. ക്ലിയർ ആണോ പറഞ്ഞത്? Oh, sir. Oh, sir. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സ്പെക്ടഡ് ടു ബി ഡയാമാഗ്നറ്റിക്? അത് അടുത്തൊരു കൺസെപ്റ്റ് ആണ്, ഡയാമാഗ്നറ്റിക് പാരാമാഗ്നറ്റിക്. അത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നാണ് നമ്മൾ MO കോൺഫിഗറേഷനിൽ നിന്നാണ് നമ്മൾ ഡയ ആണോ പാര ആണോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണം. H2+. H2 ഒരു ഹൈഡ്രൽ ഒരു ഇലക്ട്രോൺ, രണ്ട് ഹൈഡ്രലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. H2+ ആണ്. പ്ലസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം പോയി, സോ മൈനസ് ഒരു ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണേ ഉള്ളൂ H2+ൽ. B2ലാണെങ്കിൽ ഒരു ബോറോണിൽ ഹൈഡ്രജൻ ലിഥിയം ബെർലിയം ബോറോൺ, ഒരു ബോറോണിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. 2 ബോറോൺ ആകുമ്പോൾ 5 + 5 10 ഇലക്ട്രോൺ ഉണ്ട്. C2 എന്ന് പറയുമ്പോൾ കാർബൺ, ഒരു കാർബണിൽ 6 ഇലക്ട്രോൺ, 2 കാർബണിൽ ആകുമ്പോൾ 6 + 6 12 ഇലക്ട്രോൺ. N2+, അത് ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുക. N2+ എന്ന് പറയുമ്പോൾ 15 15 1 പോയി കഴിഞ്ഞാൽ 14 ഇലക്ട്രോൺ. നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. 1H2+. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാതെയും പറയാൻ പറ്റും, പക്ഷെ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക, തെറ്റിക്കണ്ട. H2+, 2 ഹൈഡ്രജൻ ആകുമ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം 2, ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ. H2+ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. N2+ 13 അല്ലേ? സോറി N2 ടോട്ടൽ 14 ഉണ്ട്. 14ൽ നിന്ന് 1 പോയാൽ 13. H2+ൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ σ1s1. B2 10 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ σ1s, σ*1s, σ2s, σ*2s. 2 4 6 8 ഓരോന്നിൽ 2 വെച്ച് കൊടുക്കണം. π2px = π2py. രണ്ടിനും ഒരേ എനർജി ആയതുകൊണ്ട് ഓരോന്ന് വെച്ച് കൊടുക്കണം. ബാക്കി ഉണ്ടെങ്കിൽ രണ്ടെണ്ണത്തിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഇവിടെ ഇപ്പൊ 10 ഇലക്ട്രോൺ ആണ് ആകെ ഉള്ളത് B2ൽ. 2 4 6 8 9 10 10 നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാൻ ഇല്ല, അതുകൊണ്ട് ഓരോന്ന് വെച്ചേ ഇരിക്കത്തുള്ളൂ, രണ്ടെണ്ണം വെച്ച് കയറത്തില്ല. C2 ആവുമ്പോൾ 12 ഉണ്ട്. σ1s2, σ*1s2, σ2s2, σ*2s2. π2px2 = π2py2 ആവും. N2+ ആവുമ്പോൾ 13 ഇലക്ട്രോൺ ആണ്. അത് ഈ ഓർഡർ തന്നെയാണ്. σ1s2, σ*1s2, σ2s2, σ*2s2. π2px2 = π2py2, σ2pz. 2 4 6 8 10 12 13 അല്ലേ ഉള്ളൂ, ഒന്നും കൂടെ ഇവിടെ വരും. അപ്പൊ നിങ്ങൾ നോക്കുക, ലാസ്റ്റത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ളതെങ്കിൽ അത് പാരായിരിക്കും. ഇവിടെയും ലാസ്റ്റത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വന്നിരിക്കുന്നു, സോ ഇറ്റ് ഈസ് ആൾസോ പാരാമാഗ്നറ്റിക്. ഇവിടെ 2 ഇലക്ട്രോൺ ആണ് ലാസ്റ്റത്തെ ഷെല്ലിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക് ആണ്. ഇവിടെ ഒരു ഇലക്ട്രോൺ വന്നിരിക്കുന്നു, അത് പാരാമാഗ്നറ്റിക് ആണ്. അപ്പൊ അവസാനം 2 ഇലക്ട്രോൺ വരുന്നതാണ് ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്നത്, അതായത് C2 ആണ്. C2 ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. അത് C2 ആണ് ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുമ്പോൾ പാരാമാഗ്നറ്റിക് സ്വഭാവം കൂടും. അതായത് ഇപ്പോ H2+ പാരാമാഗ്നറ്റിക് ആണ്, B2 പാരാമാഗ്നറ്റിക് ആണ്. വിച്ച് ഈസ് മോർ പാരാമാഗ്നറ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ B2 എന്ന് ഉത്തരം പറയണം. കാരണം ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരൊറ്റ അൺപെയ്ഡ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുമ്പോൾ ഏത് കൂടും? പാരാമാഗ്നറ്റിക് സ്വഭാവം കൂടും. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇലക്ട്രോണിനാണ് അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു അൺപെയ്ഡ് ഇലക്ട്രോണേ ഉള്ളൂ, ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുകയാണ്. അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താണ്? പാരാമാഗ്നറ്റിക് സ്വഭാവവും കൂടും. ഓക്കെ അല്ലേ?
Oh, sir. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സ്പെക്ടഡ് ടു ഹാവ് എ ബോണ്ട് ഓർഡർ ഓഫ് ഹാഫ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതിനാണ് ബോണ്ട് ഓർഡർ ഹാഫ് വരുന്നതെന്നാണ്. ബോണ്ട് ഓർഡർ ഹാഫ് വരുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഇലക്ട്രോണിന്റെ എണ്ണം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഞാന് ഇവിടെ ഇപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര ഉണ്ട്? O2ല് 16, ഒരു ഓക്സിൽ 8, 2 ഓക്സിലിൽ 16 ഇലക്ട്രോൺ ഉണ്ട്. 16 ഒരു ഇലക്ട്രോൺ കിട്ടുകയാണ്, അപ്പൊ 17 ഇലക്ട്രോൺസ്. N2+ലാകുമ്പോ ഒരു നൈട്രജനിൽ 7, 2 നൈട്രജനിൽ 14, 14ൽ നിന്ന് 1 പോകുമ്പോ 13. ഒരു ഫ്ലൂറിൽ 9, 2 ഫ്ലൂറിൽ 18. ഒരു ഫ്ലൂറിൽ 9, 9+9 2 ഫ്ലൂറിനായി. ഒരു മൈനസ് നോക്കുമ്പോൾ ഒന്നുകൂടെ കിട്ടുകയാണ്. സോ 1 19 ഇലക്ട്രോൺ. F2+ എന്നാകുമ്പോൾ ഒരു ഫ്ലൂറിൽ 9, 2 ഫ്ലൂറിൽ 9+9, അതിൽ നിന്ന് ഒരു പ്ലസ് ആകുമ്പോൾ 1 ഇലക്ട്രോൺ പോയി. അപ്പോൾ 18ൽ നിന്ന് 1 പോയാൽ 17 ഇലക്ട്രോൺ. ഇതിൽ ഏതിനാണ് ബോണ്ട് ഓർഡർ ഹാഫ് വരുന്നതെന്നാണ് ചോദ്യം. 14 വരെയാണെങ്കിൽ ബോണ്ട് ഓർഡർ 14 വരെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ബോണ്ട് ഓർഡർ 3 ആണ്. 15, 16, 17, 18, 19. ബോണ്ട് ഓർഡർ 2.5, 2, 1.5, 1, 0.5. 0.5 ആണ് ഹാഫ് എന്ന് പറയുന്നത്. 0.5 വരുന്നത് 19ലാണ്. 19 ഇലക്ട്രോൺ വരുന്നതിലാണ് ബോണ്ട് ഓർഡർ ഹാഫ് വരുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? Oh, sir. Oh, sir. അടുത്ത ചോദ്യം, which of the following species will have maximum bond dissociation energy? ഓർത്തോണം, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മാക്സിമം ബോണ്ട് ഡിസോസിയേഷൻ എനർജി. നേരത്തെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജിയാണ്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടും. അതായത് C2 ഒരു കാർബണിൽ 6 ഇലക്ട്രോൺ, 2 കാർബണിൽ 12 ഇലക്ട്രോൺ. ഇവിടെ 2 കാർബണിൽ 12 ഇലക്ട്രോൺ ഉണ്ട്. 12ൽ നിന്ന് ഒരു പ്ലസ്, ഒരെണ്ണം പോയി. ഇപ്പൊ എത്ര ഇലക്ട്രോൺ? 11 ഇലക്ട്രോൺ. ഒരു കാർബണിൽ 6 ഇലക്ട്രോൺ, 2 കാർബണിൽ 12 ഇലക്ട്രോൺ. 12ന്റെ അവിടെ ഒരു മൈനസ്, ഒരെണ്ണം അവിടെ കിട്ടി, അതായത് 13 ഇലക്ട്രോൺ. C2 2 മൈനസ്. C2 എന്ന് പറയുമ്പോൾ ഒരു കാർബണിൽ 6, 2 കാർബണിൽ 12 ഇലക്ട്രോൺ ഉണ്ട്. 2 മൈനസ് കൂടെ വരുമ്പോൾ 12+2 14 ഇലക്ട്രോൺ. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോണ്ട് ഓർഡർ നമ്മൾ ജസ്റ്റ് ഇലക്ട്രോണിന്റെ എണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് പറയുന്നത്? 14 ബോണ്ട് ഓർഡർ എങ്കിൽ 14 വരുന്നതെന്നുണ്ടെങ്കിൽ 3 ബോണ്ട് ഓർഡർ. 15 താഴോട്ട് എഴുതാം. താഴോട്ടാണ് നമുക്ക് വേണ്ടത്. 14, 13, 12, 11, 2.5, 2, 1.5. അപ്പോ 12, 11, 13, 14. 14 ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ. 14 ഏറ്റവും കൂടുതൽ. ബോണ്ട് ഓർഡർ കൂടുതലാണെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുതലായിരിക്കും. സോ C2 2 മൈനസ് വിൽ ഹാവ് ദ മാക്സിമം ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ക്ലിയർ ആണോ? Oh, sir. Clear. ബാക്കിയുള്ളവരൊക്കെ എന്താടേ അനങ്ങാതിരിക്കുന്നേ? മനസ്സിലായടേ? Oh, sir. Oh, സാർ മനസ്സിലായി. ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെ ചെയ്യും? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഡേഴ്സ് റിഗാർഡിംഗ് ദ ബോണ്ട് ഓർഡർ ഈസ് കറക്റ്റ്. ഇതും നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. എന്താണ് ബോണ്ട് ഓർഡർ കൂടി വരുന്ന ഓർഡർ എന്താണെന്ന് നിങ്ങൾ ചെയ്തു നോക്കണം. ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിച്ചിട്ട് ഇലക്ട്രോണിന്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ബോണ്ട് ഓർഡർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. O2 എന്ന് പറയുമ്പോൾ ഓയില് 8 ഇലക്ട്രോൺ, 2 ഓയില് 16 ഇലക്ട്രോൺ ഉണ്ട്. അത് ഓർത്ത് വെച്ചേക്കുക. ഒരു ഓയിൽ 8 ഇലക്ട്രോൺ ആണുള്ളത്. നിങ്ങൾ ചെയ്തു നോക്കുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കുക.
അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഹാസ് ദ ഷോർട്ടസ്റ്റ് ബോണ്ട് ലെങ്ത്? ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവുള്ളതിന് ബോണ്ട് ഓർഡർ കൂടുതലായിരിക്കും. കാരണം ബോണ്ട് ഓർഡർ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു, ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്. കൂടുമ്പോൾ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ കുറയുന്ന സാധനം ബോണ്ട് ലെങ്ത് മാത്രമേ ഉള്ളൂ. സോ ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് എന്നാണ്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. അപ്പൊ നമുക്ക് നോക്കാം, ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ച് നോക്കാം. ഷോർട്ടസ്റ്റ് ബോണ്ട് ലെങ്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ബോണ്ട് ലെങ്ത് ഏറ്റവും കുറയണം. അപ്പൊ ബോണ്ട് ഓർഡർ ഏറ്റവും കൂടിയത് ഏതാണ് എന്നാണ് ചോദ്യം. ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവാണെങ്കിൽ ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതലായിരിക്കും. N2-ലെ 14, 14-ൽ നിന്ന് പോയി കഴിഞ്ഞാല് 13 ലിറ്റർ. N2-ല് 14 ലിറ്റർ. N2 മൈനസിൽ 15 ലിറ്റർ. N2 2 മൈനസിൽ 16 ലിറ്റർ. അപ്പോ 14, 13, 14, 15, 16. 14-ന്റെ അവിടെ ഫിക്സഡ് വാല്യൂ ആണ് 3. ബോണ്ട് ഓർഡർ 3 ആണ്. മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും 0.5 കുറയും. അപ്പോൾ ഇവിടെ 2.5, ഇവിടെ 2.5, 16-ന്റെ അവിടെ എത്ര കിട്ടും? 2 കിട്ടും. ഇതിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ അറിയാം 3 ആണ്. 3 വരുന്നത് ഏതാണ്? 14 ഇലക്ട്രോൺ വരുന്നതാണ് ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതൽ. ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതൽ 14 വരുന്നതിനാണ്. ബോണ്ട് ഓർഡർ കൂടുതലാണെങ്കിൽ ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. ഏറ്റവും കുറവ് ബോണ്ട് ലെങ്ത് N2 ആണ്. ക്ലിയർ ആണോ? Oh, sir. sir. അടുത്ത ക്വസ്റ്റ്യൻ. Although F is more electronegative than hydrogen, the resultant dipole moment of NS3 is more than that of NF3. അപ്പൊ ഡൈപോൾ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡൈപോൾ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് നമ്മൾ അറിയണം. ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ചാർജുകൾ, ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ്, അതിന്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡൈപോൾ എന്നാണ് വിളിക്കുന്നത്. ആ അറേഞ്ച്മെന്റ് നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കും. അപ്പൊ ഡൈപോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ two charges separated at a distance. Two charges separated at a distance. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഡൈപോളുകളുടെ സ്ട്രെങ്ത്, അതായത് രണ്ട് ചാർജുകൾ, ഇപ്പൊ HCl എടുക്കുന്നു. HCl എടുക്കുന്ന സമയത്ത് H-ന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഉണ്ട്. സോ ദിസ് ഈസ് ആൾസോ എൻ എക്സാമ്പിൾ ഓഫ് ഡൈപോൾ. കാരണം ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഡൈപോൾ ആണ്. ഇതേപോലത്തെ അറേഞ്ച്മെന്റ് ആണ്. ഡൈപോളിന്റെ സ്ട്രെങ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം ആണ് ഡൈപോൾ മൊമെന്റ്, അല്ലെങ്കിൽ മ്യൂ എന്ന് പറയും. മ്യൂ, ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ മ്യൂ എന്ന് പറയും. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഇവിടുത്തെ ചാർജിന്റെ അളവും അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറാണ് എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നത്. മ്യൂ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. യൂണിറ്റ് എന്ന് പറയുന്നത്, യൂണിറ്റ് ഓഫ് മ്യൂ എന്ന് പറയുന്നത്, ചാർജിന്റെ യൂണിറ്റ് കൂളോംബ് ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ കൂളോംബ് മീറ്റർ ആണ് ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ചാർജിന്റെ യൂണിറ്റ് കൂളോംബ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ. സോ കൂളോംബ് മീറ്റർ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ഡിബൈ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ക്യാപിറ്റൽ ഡി കൊണ്ട് സൂചിപ്പിക്കും, അല്ലെങ്കിൽ ഡിബൈ എന്ന് നമുക്ക് പറയാം. ഇനി 1 dBi is equal to 3.30 into 10⁻⁻30 കൂളോംബ് മീറ്റർ ആണ്. കൺവേർട്ട് ചെയ്യാൻ അറിയണം. 1 dBi is equal to 3.30 into 10⁻30 കൂളോംബ് മീറ്റർ ആയിരിക്കും. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നതാണ് ഒരു ഡൈപോളിന്റെ സ്ട്രെങ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം ആണ്. ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ. അതിന് എന്തൊക്കെ ഉണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതേപോലെ എന്തും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഇനി ഡൈപോൾ മൊമെന്റ് മ്യൂ എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു.
ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ ഡൈപോൾ മൊമെന്റ് കൂടണം, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുമ്പോൾ ഡൈപോൾ മൊമെന്റ് കുറയണം. അതായത് ഇപ്പോ മ്യൂ വാല്യൂ കമ്പയർ ചെയ്യാൻ ചോദിക്കുകയാണ്. HFും HClഉം തരുന്നു. ഒരേപോലത്തെ എലമെന്റ് കളയുക. ഇതിൽ ചോദിക്കുകയാണ് HFനാണോ HClനാണോ ഡൈപോൾ മൊമെന്റ് കൂടുതൽ? ഉറപ്പായിട്ടും HFനാണ്. കാരണം ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആസ് കമ്പയർഡ് ടു ക്ലോറിൻ. HClനാണോ HIക്കാണോ മ്യൂ വാല്യൂ കൂടുതൽ? ഫ്ലൂറിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഫ്ലൂറിനേക്കാളും കുറവാണ് ക്ലോറിന്, ക്ലോറിനേക്കാളും കുറവാണ് ബ്രോമിനേക്കാളും കുറവാണ് അയഡിന്. അപ്പൊ Clനേക്കാളും കുറവാണ് അയഡിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണെങ്കിൽ ഡൈപോൾ മൊമെന്റും കുറവായിരിക്കും. ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? sir. ഡൈപോൾ മൊമെന്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുമ്പോൾ ഡൈപോൾ മൊമെന്റും കുറയും. ഇനി പക്ഷെ NH3 അങ്ങനെയാണെങ്കിൽ NH3യും NF3യും വരുമ്പോൾ ഡൈപോൾ മൊമെന്റ് ഹൈഡ്രജനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് ഫ്ലൂറിന്. പക്ഷെ ഡൈപോൾ മൊമെന്റ് കൂടേണ്ടത് NF3 ആണ്. NF3ക്കാണ് ഡൈപോൾ മൊമെന്റ് കൂടേണ്ടത്. NH3ക്ക് ഡൈപോൾ മൊമെന്റ് കുറവായിരിക്കണം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. NH3 ഹാസ് മോർ ഡൈപോൾ മൊമെന്റ് ആസ് കമ്പയർഡ് ടു NF3. എക്സെപ്ഷൻ ആണ്. NH3ക്ക് NF3യേക്കാളും ഡൈപോൾ മൊമെന്റ് കൂടുതലാണ്. അതിന് കാരണം അതിന്റെ സ്ട്രക്ചർ വെച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. NH3 NF3 എടുക്കുമ്പോൾ NH3 ഹാസ് മോർ ഡൈപോൾ മൊമെന്റ് ആസ് കമ്പയർഡ് ടു NF3. വാട്ട് ഇസ് ദ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NH3യുടെ സ്ട്രക്ചർ പിരമിഡൽ സ്ട്രക്ചർ ആണ്. NF3യുടെ സ്ട്രക്ചർ അത് തന്നെയാണ്. എപ്പോഴും ഡൈപോൾ മൊമെന്റിനെ ഒരു ആരോ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരു ആരോ ഇട്ടിട്ട് ഒരു വെട്ട് കൊണ്ടാണ് നമ്മൾ ഡൈപോൾ മൊമെന്റിനെ സൂചിപ്പിക്കുന്നത്. ഒരു ആരോ വെച്ചിട്ടാണ് നമ്മൾ ഡൈപോൾ മൊമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിൽ നിന്ന് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിലോട്ടാണ് നമ്മൾ വരയിടുന്നത്. അതാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഡയറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിൽ നിന്ന് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിലേക്കായിരിക്കും. ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിൽ നിന്ന് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിലേക്കായിരിക്കും നമ്മൾ എപ്പോഴും വരയിടുന്നത്. ഇപ്പൊ N H നോക്കുമ്പോൾ Hനേക്കാളും ഇലക്ട്രോ നെഗറ്റീവ് കൂടുതലാണ് നൈട്രജൻ. സോ ആരോ മുകളിലോട്ട് ഇടും. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ മുകളിലോട്ടാണ്. ഇവിടെ N വെച്ച് വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് നൈട്രജൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിന്റെ അടുത്തോട്ടാണ് ആരോ നിൽക്കേണ്ടത്. ഇവിടെയും Nനെയും Hനെയും വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് നൈട്രജൻ. സോ ആരോ മുകളിലോട്ട് പോകും. അപ്പൊ 3 വെക്ടർ മുകളിലോട്ടാണ്. അപ്പൊ ഈ 3 റിസൾട്ടന്റ് എടുത്തു കഴിഞ്ഞാലും ആകെ തുക എടുത്തു കഴിഞ്ഞാലും അത് മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഒരേ വെക്ടറുകൾ ഒരേ ഡയറക്ഷനിൽ വന്നാൽ അതിന്റെ റിസൾട്ടന്റ് അല്ലെങ്കിൽ ആകെ തുക എന്ന് പറയുന്നതും സം എന്ന് പറയുന്നത് മുകളിലോട്ട് തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം ഒരു വെക്ടർ മുകളിലോട്ട്, ഈ ഒരു വെക്ടർ മുകളിലോട്ട്, ഈ ഒരു വെക്ടർ മുകളിലോട്ട്, അപ്പോൾ റിസൾട്ടന്റ് വെക്ടർ മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ഇരിപ്പുണ്ട്. ഒരു ഷെല്ലിൽ 2 ഇലക്ട്രോൺ ചുമ്മാ ഇരിപ്പുണ്ട്. അതിനെ നമ്മൾ ഓർബിറ്റൽ ഡൈപോൾ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ഡൈപോൾ മൊമെന്റ് മുകളിലോട്ട് തന്നെ ആയിരിക്കും എപ്പോഴും. ഡൈപോൾ മൊമെന്റ് ഇതൊരു ഡൈപോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഓർബിറ്റൽ ഡൈപോൾ എന്ന് വിളിക്കും. അതിന്റെ ഡൈപോൾ മൊമെന്റ് എപ്പോഴും മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു വെക്ടർ മുകളിലോട്ട്, ഈ ഒരു വെക്ടർ മുകളിലോട്ട്, ആകെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്ന ഒരു വലിയ വെക്ടർ മുകളിലോട്ടായിട്ട് ആക്ട് ചെയ്യും. ഓർക്കുക, NH ഡൈപോൾസിൽ എല്ലാ ഡൈപോൾ മൊമെന്റും നൈട്രലിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 3 റിസൾട്ടന്റ് മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓർബിറ്റൽ ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ 2ന്റെ റിസൾട്ടന്റ് മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. NF3യിലാണെങ്കിൽ ഈ ഫ്ലൂറിലോട്ട്, ഇവിടെ നൈട്രജനെ അപേക്ഷിച്ച് ഫ്ലൂറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. ഇവിടെയും ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. ഇവിടെയും ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ്. കാരണം നൈട്രജനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് ഫ്ലൂറിൻ. ഇവിടെയും നൈട്രജനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് ഫ്ലൂറിൻ. അപ്പോൾ ഡൈപോൾ മൊമെന്റ് എല്ലാം താഴോട്ട് ആക്ട് ചെയ്യും. അപ്പൊ 3 വെക്ടർ താഴോട്ട് ആക്ട് ചെയ്താൽ അതിന്റെ റിസൾട്ടന്റ് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഓർബിറ്റൽ ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് എപ്പോഴും മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് തമ്മിൽ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ഇപ്പൊ ഓർത്തോളുക, NH3യിൽ ഒരു ഡൈപോൾ മൊമെന്റുകളും ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. ഒരു മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഡൈപോൾ മൊമെന്റുകളുടെ സമ്മാണ്.
അപ്പൊ ഒരു മോളിക്യൂളിന്റെ ഇവിടെ ഉള്ള NH3 ഒരു ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്ത് പോകുന്നില്ല, ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. പക്ഷെ NF3 ആണെങ്കിൽ ചില ഡൈപോൾ മൊമെന്റുകൾ താഴേക്കും മറ്റു ചില ഡൈപോൾ മൊമെന്റുകൾ മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ ഡൈപോൾ മൊമെന്റ് ഇവിടെ എന്ത് ചെയ്ത് പോകുന്നുണ്ട്, ക്യാൻസലേഷൻ വരുന്നുണ്ട്. ക്ലിയർ ആണോ ഇവിടെ പറഞ്ഞത്? ഓ സർ. ആ സർ. അപ്പൊ നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ നോക്കി എന്ന് പറഞ്ഞു. The lone pair of nitrogen opposes the dipole moment of NF3 while it is added to the dipole moment in the case of NH3. All the dipoles of NF3 are in the same direction. All the dipoles of NH3 are in the opposite direction. NH3 has a regular geometry while NF3 has irregular geometry. അത് തെറ്റാണ്. കാരണം രണ്ടിനും ഏകദേശം ഒരേ ഷേപ്പ് ആണ്. രണ്ടിനും ഒരേ ഷേപ്പ് ആണെന്ന് അറിയാം. അപ്പൊ ആ ഒരു പോയിന്റ് തെറ്റാണ്. അപ്പൊ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നീ ഫസ്റ്റ് പോയിന്റ് നോക്ക്. A lone pair of nitrogen opposes the dipole moment of NF3. NF3-ലാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് ഒപ്പോസ് ചെയ്യുന്നുണ്ട് while it is added to the dipole moment of NH3. അതായത് NF3-ലെ ഡൈപോൾ മൊമെന്റുകൾ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്, NH3-ലെ ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. അത് കറക്റ്റ് ആണ്. കാരണം NF3-ലെ എല്ലാ ഡൈപോൾ മൊമെന്റ് ചില ഡൈപോൾ മൊമെന്റ് ഒരെണ്ണം മുകളിലോട്ട് ഒരെണ്ണം താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു പറഞ്ഞല്ലോ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. while it is added to the dipole moment of NH3. അവിടെ NH3-ലെ ഡൈപോൾ മൊമെന്റ് ഒന്നും ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല, എല്ലാം ആഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അത് തന്നെയാണ് ഉത്തരവായിട്ട് വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓ സർ. സർ. അപ്പൊ അത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾക്ക് അതിൽ ഉണ്ടായിരുന്നു.